ഓക്കെ, നമ്മള് പിന്നെ ആപ്പിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള പാർട്ട് പഠിക്കുകയാണ്. അത് കഴിഞ്ഞാല് ഇതിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാർട്ടികൾ പോകും. 3 സെഷൻസ് ആയിട്ട് എടുക്കുക. ഫസ്റ്റ് സെഷൻ നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ അതില് എൻട്രി ചെയ്യുന്ന കാര്യങ്ങൾ. രണ്ടാമത് എൻട്രി ചെയ്യുമ്പോൾ ഓരോ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് അതിൽ സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനതില് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞിട്ട് വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം ഡീപ്പിൽ പോകും. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ പോകുന്ന ലൊക്കേഷൻ തന്നെ. അപ്പൊ UAE ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ് UAE, സൗദി ഫോക്കസ് ചെയ്യുന്ന സൗദി, GCC കൺട്രീസിലാണെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയാണ് സ്പെസിഫിക് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്. നമുക്ക് ഓൾറെഡി നെറ്റിൽ തന്നെ ഒരുപാട് ഡാറ്റാസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ ബഹ്റൈൻ്റെ ഡാറ്റാസ് വരെ കിട്ടുന്നുണ്ട്. ബഹ്റൈൻ സ്വാഭാവികമായിട്ട് നമുക്ക് നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന UAE പോലെ തന്നെ ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അവിടെ നമുക്ക് പ്രൊജക്ടിന്റെ നമ്പേഴ്സ് കുറവായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് പ്രയാസമാണ്. അപ്പൊ അതിന്റെ ഡാറ്റാസ് വരെ നമുക്ക് അറിയാം. നമ്മള് ഇതില് മുമ്പ് മാനുവലിന്റെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം മാനുവലും സോഫ്റ്റ്വെയറും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാണ്. മാനുവല് ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ സിസ്റ്റത്തില് ഒരു 9 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു. അല്ലെ, 9 സ്റ്റെപ്പില് ഫസ്റ്റത്തെ 2 സ്റ്റെപ്പ് എന്തായിരുന്നു? ഗ്ലാസിന്റെ കേസുകളായിരുന്നു അല്ലെ, രണ്ടും ഗ്ലാസുകളായിരുന്നു. ഒന്ന് കണ്ടക്ഷനും ഒന്ന് അതുപോലെ തന്നെ റേഡിയേഷൻ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോ മൂന്നാമത്തെ ടോപ്പിക് നമ്മൾ മാനുവലിൽ പഠിച്ചത് വാളിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ വാള്, പിന്നെ നാലാമത്തെ ടോപ്പിക് റൂഫ്, 5 ഫ്ലോറ്, 6 പാർട്ടീഷൻ അല്ലെ. അപ്പോ ഈ ടേംസ് ഒക്കെ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് മാനുവലി ചെയ്യുന്നതാണ്. ഇനി ശരിക്കും പറഞ്ഞാൽ ഒക്കെ നമ്മൾ തിയറിറ്റിക്കലിൽ പഠിച്ചതാണ്. തിയറിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് ഇക്വേഷൻസ് എഴുതിയിട്ട് ചെയ്യുക, അതിന്റെ കാര്യം. ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജ് നമുക്കുണ്ട് E24. E24 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി എസ്റ്റിമേറ്റ് 20 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സൽ ഷീറ്റ് അവൈലബിൾ ആണ്. ആ എക്സൽ ഷീറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ കയ്യിൽ തന്നെ 3 സ്ഥലത്ത് ഉപയോഗിക്കുന്ന എക്സൽ ഷീറ്റ് ഉണ്ട്, 3 കൺട്രിയിൽ ഉപയോഗിക്കുന്ന സാധനം. പക്ഷെ എന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എക്സൽ ഷീറ്റിനെ കൺവേർട്ട് ചെയ്തെടുക്കാം. അപ്പൊ അത് ഡിപ്പെൻസ് ആണ്, ഏത് വേണമെന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അപ്പൊ ഞാനൊക്കെ പണ്ട് 2000 പഠിച്ച സമയത്ത് കോളേജ് കഴിഞ്ഞ് ഇറങ്ങി MBA ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഈ ഹാർഡ് കോപ്പിൽ എഴുതിയിട്ട് ചെയ്യുന്നു. അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്ക് ഓരോ റൂമും അങ്ങനെ സെറ്റ് ചെയ്യാൻ തന്നെ കുറച്ച് പ്രയാസമാണ്. ആപ്പ് വന്നതിന് ശേഷം ആപ്പിൽ നമുക്ക് ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, വളരെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ഇതിനെ മൾട്ടിപ്പിൾ സ്പേസുകളാക്കി കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പ്രൊജക്ടിന്റെ കംപ്ലീറ്റ് ഫിസിക്കൽ ഡാറ്റ നമുക്ക് ഒറ്റയടിക്ക് ചേഞ്ച് ചെയ്യാം, പല രീതിയിൽ ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അപ്പൊ ഇത് ഒന്ന് നമുക്ക് വളരെ ടൈം സേവ് ചെയ്യാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ ആണ് ആപ്പിനെ സംബന്ധിച്ച്. അപ്പൊ E24 ഒരു മാനുവൽ മെത്തേഡ് തന്നെയാണ്. പക്ഷെ എക്സൽ ഷീറ്റിലാണ് സാധാരണ ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഹാർഡ് കോപ്പി നമുക്ക് ഓൾറെഡി ആശ്രയ കരിയറിന്റെ ഒക്കെ ബുക്കിലെറ്റില് ഹാൻഡ് ബുക്കിൽ ഓൾറെഡി ഒരു പേജ് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനത് ഷോ ചെയ്യാം. അതിന്റെ ആ പിന്നെ കരിയറിന്റെ ഒക്കെ ഹാൻഡ് ബുക്കിൽ തന്നെ നിങ്ങൾക്ക് അതിലൊരു പേജ് മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നേരെ കോപ്പി ഇട്ടത് നമുക്ക് ഫില്ല് ചെയ്ത് പോകാം. അപ്പോൾ അതിനാണ് E24 എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് നമ്മൾ സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ഒന്ന് ആപ്പാണ്. പിന്നെ ഇത് കൂടാതെ ഇതിലും ഒരു അഡ്വാൻസ്ഡ് പോർഷൻ വരുന്നുണ്ട്. അത് ഇപ്പോ ആയി വരുന്നുള്ളൂ. ഞാനത് 2011 അബുദാബിയിൽ ഇതിന്റെ ഒരു ട്രെയിനിങ് ആയിട്ട് ഈക്വസ്റ്റ് സോഫ്റ്റ്വെയർ എന്നാണ് സംഭവം. ഇത് കുറച്ചും കൂടി കസ്റ്റമൈസ്ഡ് ആണ്. നമുക്ക് വേണമെങ്കിൽ പ്രൊജക്ട് ബേസിൽ പോകുമ്പോഴും സിവിലിന്റെ സ്ട്രക്ചർ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സിവിലിന്റെ കണ്ടന്റ് എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി എക്സ്പെർട്ട് ചെയ്ത് പോകും. അതിന്റെ ഒരു ബുക്ക് അവിടെ നമ്മുടെ ലൈബ്രറിയിൽ കൊണ്ടുവരുന്നുണ്ട്, ഈക്വസ്റ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ. പക്ഷെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആപ്പാണ്. അപ്പൊ ഇത് രണ്ടിനും 2 ആപ്ലിക്കേഷൻ ആണ്. പക്ഷെ എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് ഇനി ഫ്യൂച്ചറിൽ ഓരോ ക്ലാസ് വരുമ്പോൾ പറയാം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ മാനുവൽ കാൽക്കുലേഷൻ, ഈ പാർട്ട് കംപ്ലീറ്റ് സിവിൽ ഡീറ്റെയിലിംഗ് ആണ് അല്ലെ. ഇത് മുഴുവൻ സിവിൽ ഡീറ്റെയിലിംഗ് ആണ്, സിവിൽ എഞ്ചിനീയറിംഗിന്റെ കംപ്ലീറ്റ് ഡാറ്റ. അത് കഴിഞ്ഞ ശേഷം 7, 8, 9 നമ്മൾ മാനുവൽ ആയിട്ട് പഠിച്ചത് എന്താണ്? ഒന്ന് പ്രഷർ കാൽക്കുലേഷൻ അല്ലെ. പ്രഷർ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞു
വെന്റിലേഷന്റെ അണ്ടറിൽ വരുന്നതാണ്. അണ്ടറിൽ വരുന്ന സമയത്ത് ഫ്രഷ് എയറും എക്സോസ്റ്റും അതുപോലെ തന്നെ ഓരോ പ്രൊജക്റ്റിനനുസരിച്ച് ചില പ്രൊജക്റ്റ് നമുക്ക് ഫ്രഷ് എയർ ഇമ്പോർട്ടൻസ് ഉണ്ടാവും, ചില പ്രൊജക്റ്റിന് എക്സോസ്റ്റ് ആണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ എക്സോസ്റ്റ് കണ്ടുപിടിച്ചിട്ട് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. പ്രഷർ മാത്രം കണ്ടുപിടിച്ചിട്ട് അതിന്റെ എക്സോസ്റ്റ് എത്ര ശതമാനം വേണമെന്ന് ഫിക്സ് ചെയ്ത സംഭവം. അതിൽ തന്നെ സ്റ്റെയിൽ എയർ ഉണ്ടാവും, അതുപോലെ തന്നെ എക്സോസ്റ്റ് എയർ സെപ്പറേറ്റ് കളയാം. നമ്മുടെ FAHന്റെ ഡിസൈനിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്ത് വരുന്നത് ഈ പ്രഷർ കാൽക്കുലേഷൻ. FAHന്റെ പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, FAH എന്ന് പറഞ്ഞത് എസിന്റെ കമ്പോണന്റ് അല്ല, അത് വെന്റിലേഷന്റെ കമ്പോണന്റ് ആണ്. പക്ഷെ അതിൽ എസിന്റെ പ്രിൻസിപ്പിൾസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ FAH വേറെ AH വേറെ. AHും FCയും ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷെ അതിന്റെ സൈസിന്റെ ഇതിലൊക്കെ പ്രിൻസിപ്പിളിന് സെയിം ആണ്, പക്ഷെ സൈസിൽ ഭയങ്കര വ്യത്യാസങ്ങൾ ഉണ്ടാവും. 15 കമ്പോണൻസ് AHുൽ വരുമ്പോൾ FCയുൽ 3 കമ്പോണന്റ് 2 കമ്പോണന്റിൽ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ FAH ഉള്ളത്. 8ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിൽട്രേഷൻ ആണ്. ഇൻഫിൽട്രേഷന്റെ പ്രത്യേകത എന്താ? അൺവാണ്ടഡ് എയർ നമുക്ക് റിക്വയർമെന്റ് ഇല്ല, പക്ഷെ സ്പേസിന്റെ ഉള്ളിലോട്ട് എയർ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ഡോറ് വിൻഡോ ഒക്കെ AC ഓപ്പൺ ചെയ്തിട്ട് തുറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എസിന്റെ കൂളിംഗ് ഔട്ട് ആവും. അപ്പൊ നമ്മൾ അൺവാണ്ടഡ് എയർസ് വരുന്നുണ്ട്. 9ാമത്തെ കാര്യം എന്താ? ഇന്റേണൽ ലോഡ്സ്. ഇന്റേണൽ ലോഡ്സ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്റേണൽ ലോഡ്സിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ ഈ 9 ടോപ്പിക് എടുക്കുമ്പോഴും ഓരോ പ്രൊജക്ടിന് ഓരോ പ്രയോറിറ്റി ഉണ്ട്. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി, ഗ്ലാസിന്റെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി വരുന്ന പ്രൊജക്ട് നമ്മൾ പറഞ്ഞതാ ഷോറൂംസിലാണ് ഏറ്റവും കൂടുതൽ വരിക. വാള്, റൂഫ്, വാളിന്റെ കേസിൽ കമേഴ്ഷ്യൽ പ്രൊജക്റ്റിൽ കൂടുതൽ വാളിന്റെ ഏരിയ വരുന്നത് വെസ്റ്റ് സൈഡ് ഈസ്റ്റ് സൈഡ് കൂടുതൽ കവർ ചെയ്ത് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സിംഗപ്പൂരിലെ ഒരു പ്രൊജക്ടിന്റെ ആ ബാക്ക് സൈഡിൽ വരുന്ന ആ പ്രശ്നം വാളിൽ കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന അനിമൽ ഷെൽട്ടർ ആണ്. അനിമൽ ഷെൽട്ടേഴ്സിൽ അനിമൽസിന് എന്ത് ചെയ്യും? ഈ ഹീറ്റ് ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്ത് പോകും. അപ്പൊ അവർക്ക് അത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഈ അനിമൽസ് ചിലപ്പോൾ ഡെഡായി പോകും. അത്രയും കണ്ടില്ല. റൂഫിന്റെ കേസിൽ നമ്മൾ പറഞ്ഞതാ ഏത് ടൈപ്പ് പോയിട്ട് ഗ്രൗണ്ട് ഫ്ലോർ, സിംഗിൾ ഫ്ലോർ പ്രൊജക്റ്റിൽ അധികം റൂഫ് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കും. പിന്നെ ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പ് ഫ്ലോറിലും ഇമ്പാക്ട് ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾ ഒരു 7 ഫ്ലോറിന്റെ ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് റൂഫിലാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുന്നത്. പിന്നെ ഫ്ലോർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഫ്ലോറിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടീഷൻ, പിന്നെ അതുപോലെ പാർട്ടീഷന് നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ പല റൂമുകളും ഷെയർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കിച്ചൺ തൊട്ടപ്പുറത്തുണ്ട്, അല്ലെങ്കിൽ വേറെ ഹെവി ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന റൂമുകളുണ്ട്. അപ്പൊ അതിന് പാർട്ടീഷൻ തീരെ സ്ട്രെങ്ത് ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ പിന്നെ ഇൻസുലേഷൻ വിഷയങ്ങളുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അതുപോലെ തന്നെ പ്രഷറിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതാ വെന്റിലേഷൻ 100% വരുന്ന പ്രൊജക്റ്റുകൾ, പോസ്റ്റ് ടേബിൾസ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ഓൾറെഡി അബുദാബി ചെയ്ത പ്രൊജക്റ്റിൽ എന്തുണ്ട്? പോസ്റ്റ് ടേബിൾസിനാണ് കൂടുതലും 100% ഫ്രഷ് എയർ സപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ചില സ്ഥലങ്ങൾ. അപ്പൊ അത് എല്ലാ അനിമൽ ഷെൽട്ടേഴ്സിനും അങ്ങനെ വരില്ല, പക്ഷെ അങ്ങനത്തെ കേസുകൾ പലതുണ്ടാകും. ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റിൽ വരാം, ടോക്സിക് എയർ വരുന്ന സ്ഥലങ്ങൾ, ഇൻഡസ്ട്രിയില് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഫ്രഷ് എയർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അങ്ങനെയുള്ള കോൾ സ്മെല്ല് വരുന്ന സ്ഥലങ്ങൾ, ഇപ്പൊ ലബോറട്ടറികളില്ലേ, കെമിക്കൽ ലബോറട്ടറി, നമ്മുടെ കോളേജിലൊക്കെ ഉള്ള ലബോറട്ടറികളിലൊക്കെ ആസിഡും ആൽക്കലിയും അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തും ഈ പ്രശ്നങ്ങൾ വരാം. അപ്പൊ അതാണ് ഫ്രഷ് എയറിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഓരോ പ്രൊജക്റ്റിനും ഓരോ പാർട്ടാണ് ഇമ്പോർട്ടൻസ് വരും. അതുകൊണ്ട് നമുക്ക് ഓരോന്നിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് എലമെന്റ് ആണ് എഫക്ട് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യാം. സോഫ്റ്റ്വെയർ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ചെയ്യും. ഇനി ഫ്രഷ് എയറിന്റെ കേസ് പറഞ്ഞാൽ ഇൻഫിൽട്രേഷൻ ഏത് പ്രൊജക്റ്റിലായിരിക്കും കൂടുതൽ വരിക? ഇൻഫിൽട്രേഷൻ പറയാൻ പറ്റും. എക്സാമ്പിൾ നമ്മൾ പറയുന്നു, ഗവൺമെന്റ് ഓഫീസുകൾ, പിന്നെ ഡോർ ഓപ്പൺ ചെയ്ത് വെക്കുന്ന സ്ഥലങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ലീക്കേജ്, എയർ ലീക്കേജ് വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ, ഓഡിറ്റോറിയം, മെയിൻ ഡോർ എപ്പോഴും തുറന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ ഡോറ് നമുക്ക് എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഡോറിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റണം. എസിന്റെ എയർ പുറത്തോട്ട് ലീക്ക് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് എയർ കർട്ടൻ കണ്ടല്ലോ, മാളിലോട്ട് കയറുന്ന സമയത്ത് ഒരു ഫാൻ ഇങ്ങനെ ഡോറിന്റെ മേലെ വെച്ചിട്ട് നല്ല ശക്തിയിലടിക്കും. എയർ കർട്ടനാ, 2 സൈഡിലും എയർ ഇങ്ങനെ പാസ് ചെയ്യും. രണ്ടാമത്തത് ഡബിൾ ഡോർ വെച്ചിട്ടുള്ള എൻട്രൻസ് ഉണ്ടാവും. നിങ്ങൾ അധികം മാളിൽ നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് ഡോറ് ഒരു ഡോർ ഉണ്ടാവും, സെക്കൻഡ് ഡോർ ഉണ്ടാവും. എയർപോർട്ടുകൾ, ദുബായ് ടെർമിനൽ 3 നിങ്ങൾ പോയി കഴിഞ്ഞാൽ 2 ഡോർ ഉണ്ടാവും.
ഒരു ഡോറിൽ കയറി അടുത്ത ഡോർ. കാര്യം എന്താ, ഈ രണ്ടാമത്തെ ഡോർ കഴിഞ്ഞാൽ വലിയ സ്പേസ് ആണ്. ഈ സ്പേസ് മുഴുവൻ കൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡോർ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്താൽ എന്തായി, കംപ്ലീറ്റ് എയർ പുറത്തോട്ട് പോവാ. പിന്നെ അതല്ല, അവിടുത്തെ ആംബിയൻ ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നത്തിലൊക്കെ ഇൻഫിൽട്രേഷൻ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ബ്രേക്ക് ചെയ്യണം, അവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് എന്താ, ഇന്റേണൽ ലോഡ്സ്. ഇന്റേണൽ ലോഡ്സിൽ നമുക്ക് ഹ്യൂമൻ ബീങ്സിന്റെ ഹീറ്റ്, മെറ്റബോളിക് റേറ്റ് വരുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഹീറ്റ്. നമ്മളൊരു ആവറേജ് ലെവലിൽ പറഞ്ഞിട്ടുള്ള ഏതാ, 350. ഒരു ആവറേജ് ഹ്യൂമൻ ബീങ്ങിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 75 ഡിഗ്രി ശരീരത്തിൽ വരുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് അല്ലെ, അത് എത്ര വരെ വരുന്നുണ്ട്, 1450 വരെ വരുന്നുണ്ട്. അതിലും മേലോട്ട് പോകണ്ട. ഞാൻ എത്രമാത്രം എഫേർട്ട് എടുക്കണോ അതിനനുസരിച്ച് എന്റെ ശരീരത്തിൽ പുറത്തു. അപ്പൊ ഈ ഇന്റേണൽ ലോഡ്സിൽ ലൈറ്റ്സ് വരുന്നുണ്ട്. ലൈറ്റിംഗ് ഡിസൈനേഴ്സ് ചെയ്യുന്ന ആൾക്കാർ അവിടെ ശ്രദ്ധിക്കുക, ഇതിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് പുറത്തോട്ട് വരും. ആ ഹീറ്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ എലമെന്റ്സ് ഒക്കെ ഓരോന്നിനും പെർസെന്റേജ് സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോഴാണ് അതിന് പറയുന്നത് സിമുലേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ അനാലിസിസ് എന്ന് പറയാം. ഏത് പാർട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് നോക്കാം. അതുകൊണ്ട് തന്നെ ഈ സോഫ്റ്റ്വെയർ പഠിക്കുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്താൽ പോരാ, എത്ര ഡീപ്പായിട്ട് ചെയ്യാൻ പറ്റണം. ഞാൻ 3 സ്ഥലത്ത് നിന്ന് ഈ സോഫ്റ്റ്വെയർ പഠിച്ചു. 3ാമത്തെ സ്ഥലത്ത് നിന്ന് എനിക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ ഓരോ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് അതിന്റെ ആ കോംപ്ലിക്കേഷൻസ് മനസ്സിലാവുന്നത്. അപ്പൊ ഈ പാർട്ടിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് അതിന്റെ ബേസിക്സ് പഠിക്കുക. സെക്കൻഡ് സ്റ്റേജ് അതിൽ ഏത് ഡാറ്റ നമ്മൾ കൊടുക്കുന്നു, ഓരോ റെഗുലേഷൻ അനുസരിച്ച് ഇത് കൊടുക്കുന്നു. തേർഡ് സ്റ്റേജിൽ നമ്മളൊരു പ്രൊജക്ട് കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ അല്ലേ. അപ്പൊ ഇത് പേര് ശ്രദ്ധിക്കുക. ഈ ഒരു ടേമിനെ നമുക്ക് പെർസെന്റേജ് ബേസിൽ ചെയ്യാം. ആപ്പില് റിസൾട്ട് എടുക്കുന്ന സമയത്ത് തേർഡ് ഷീറ്റ് ഉണ്ട്. ആ തേർഡ് ഷീറ്റിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഓരോ ഫാക്ടറി എഫക്ട് ചെയ്യുന്നത്. അതില് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അബ്ദുൽ സൗദിനെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഏകദേശം 15 ടണ്ണാണ്. പക്ഷെ ശരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്ത ചിൽഡ് വാട്ടറിന്റെ ലൈൻസിൽ 4 ടണ്ണേജ് മാത്രമേ കപ്പാസിറ്റി കാണുള്ളൂ. അപ്പൊ അതിനെന്തോ ഒരു റീസൺ ഉണ്ട്. ആ റീസൺ ചിലപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്തത് നോർമൽ ഒരു ഷോറൂം ഡിസൈനിലായിരിക്കും. പക്ഷെ ഇവനിപ്പോ പുതിയ ഡിസൈൻ രീതിയിൽ വ്യത്യാസമുണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുക, കൂടുതൽ മെഷീനറി വരുന്ന സ്ഥലങ്ങൾ, കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നേരത്തെ മാള് പ്രൊവൈഡ് ചെയ്ത ആ ലോഡ് ഉണ്ടല്ലോ അത് വളരെ കുറവാണ്. അപ്പൊ കുറവ് അവർ കൺസിഡർ ചെയ്തതിന്റെ റീസൺ എന്താ നോക്കാം. ഇനി നമ്മളെടുത്തും പ്രശ്നങ്ങൾ വരാം, നമ്മളെടുത്ത ഡീറ്റെയിലുള്ള എറേഴ്സ് വരാം. അപ്പൊ ആ ഡീറ്റെയിൽ എല്ലാം ക്രോസ് ചെക്ക് ചെയ്താലേ നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ, ചെയ്തത് ജെനുവിൻ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. എന്തായാലും 4 to 15 ടണ്ണേജിന്റെ ഡിഫറൻസ് വരണമെങ്കിൽ ഒരു കാര്യം ഉണ്ടാവുമല്ലോ. ആ കാര്യം എന്താണെന്നത് മനസ്സിലാക്കുക. അപ്പൊ അതൊക്കെ ഇതിൽ സിമുലേഷൻ എടുക്കുക. അപ്പൊ അത് ഡീപ്പ് ലെവലിൽ നമുക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് ക്ലിയർ അല്ല. നമ്മള് സോഫ്റ്റ്വെയർ വരുന്ന സമയത്ത് സോഫ്റ്റ്വെയറിൽ നമ്മൾ മേജർ ആയിട്ട് കൊടുക്കുന്നത് 3 സ്റ്റെപ്പിലാണ്. അതിൽ ആപ്പ് എടുക്കുന്ന സമയത്ത് ആപ്പിൽ നമുക്കൊന്ന് വെതർ, രണ്ടാമത്തത് സ്പേസ്, മൂന്നാമത്തത് എന്താ, സിസ്റ്റം. ഇങ്ങനെയാണ് നമുക്ക് ആപ്പിനെ ശരിക്കും ഡിവൈഡ് ചെയ്യാറ്. വെതർ, സ്പേസ്, സിസ്റ്റംസ്, ഇങ്ങനെയാണ് ആപ്പിനെ ഡിവൈഡ് ചെയ്യാറ്. അപ്പൊ നമുക്ക് ഇത് ഓൾറെഡി നമുക്ക് ടാബിൽ തന്നെ മനസ്സിലാവും. അതിന്റെ ടാബിൽ തന്നെ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ജസ്റ്റ് എല്ലാവരും ഒന്ന് ഞാൻ ജസ്റ്റ് ഒരു സമ്മറി പറയാണ്, തിരിച്ച് രണ്ടാമത് സ്റ്റാർട്ടിങ്ങിലോട്ട് തന്നെ വരാം. അപ്പൊ ജസ്റ്റ് എല്ലാവരും ഒന്ന് വെതർ എടുത്തേ. വെതറിൽ മുകളിൽ എത്ര ടാബുകൾ ഉണ്ട്? വെതർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ എത്ര ടാബ് ഉണ്ട്? ഡീഫോൾട്ട് വെതർ അടിക്കാൻ പറഞ്ഞില്ലേ? ഉണ്ടോ? എടുക്കണം. ഇവിടെ വെതർ ഞാൻ അടിച്ചു. വെതർ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. അല്ല, ഇവിടെ ഞാനത് ഒരു ചെറിയൊരു ചാർട്ട് പോലെ സെറ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനും ഇന്റർവ്യൂവിൽ പെട്ടെന്ന് പറയാനും വേണ്ടി. മറ്റെന്താ വെച്ചാൽ ഈ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരാളെ ചോദിക്കുക ഹൗ ടു കാൽക്കുലേറ്റ് കൂളിംഗ് ലോഡ്, അല്ലെങ്കിൽ ഹൗ ടു ഡിസൈൻ എ കൂളിംഗ് ലോഡ് കാൽക്കുലേഷൻ ബേസ്ഡ് ഓൺ റെസിഡൻഷ്യൽ പ്രൊജക്ട്, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ എന്തെങ്കിലും പ്രൊജക്ട് പറഞ്ഞു പിന്നെ ഹാപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആൻസർ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കണം. അപ്പൊ അതിനാണ് ഞാൻ ഈ സ്റ്റെപ്പ് പറയും. മനസ്സിലായോ? മറ്റുള്ള നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ സംഭവങ്ങൾ കിട്ടും, അതിന്റെ ഡീപ്പിൽ പോവാം. അതിന് മുമ്പ് ഇങ്ങനെ പഠിച്ചിട്ട് അങ്ങോട്ട് വരിക. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, വെതറിൽ 4 ടാബ്. 4 ടാബില് ഫസ്റ്റ് ടാബ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഡിസൈൻ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഡിസൈൻ സോളാർ,
അതുപോലെ തന്നെ സിമുലേഷൻ. ഓക്കെ അല്ലേ? അപ്പൊ അതില് നമുക്ക് നിർബന്ധമായിട്ടും എൻ്റർ ചെയ്യേണ്ട ഒരു പാർട്ട് ഡിസൈൻ പാരാമീറ്റേഴ്സ് ആണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ടാബ് എടുത്തിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നെക്സ്റ്റ് ടാബിലോട്ട് എന്തെങ്കിലും എഫക്ട് ചെയ്യുന്നുണ്ടോ നോക്കുക. അതായത് ഞാൻ ഇവിടെ വാല്യൂ കൊടുക്കുന്ന സമയത്ത് ഇവിടെ എഫക്ട് ചെയ്യുന്നുണ്ടോ നോക്കുക, ഇതിൽ എഫക്ട് ചെയ്യുന്നുണ്ടോ നോക്കുക. അപ്പൊ ചില ഡാറ്റാസ് ഓൾറെഡി ഇൻബിൽറ്റ് ഡാറ്റാസ് ഉണ്ടാവും, പക്ഷെ നമ്മൾ കൊടുക്കുന്ന വാല്യൂക്ക് അനുസരിച്ച് ചേഞ്ചസ് വരാം. നമുക്കൊരു എക്സാമ്പിളിൽ തന്നെ കാണാം. അപ്പൊ ഞാൻ ജസ്റ്റ് അതിലോട്ട് പോകുന്നില്ല. അപ്പൊ ഞാൻ 4 ടാബ് പറഞ്ഞാൽ ആ 4 ടാബിൽ നമുക്ക് 2 ടാബ് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം അതിൽ നമ്മൾ കുറെ എഡിറ്റ് ചെയ്യാൻ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് സ്പേസ് എടുക്കുക. സ്പേസിൽ നമുക്ക് 7 ടാബ്, 7 ടാബ് സ്പേസിലുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അടുത്തത് സിസ്റ്റം. സിസ്റ്റത്തിൽ എത്ര ടാബ് ഉണ്ട്? സിസ്റ്റത്തില് 5 ടാബാണ് ഉള്ളത്. ഞാൻ ഇന്ന് അതിൽ ഒരു സെന്ററിലുള്ള ഒരു പാർട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ, സോൺ കമ്പോണൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ഓരോ സിസ്റ്റംസ് എടുക്കുന്ന സമയത്ത് ഓരോ ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ഓപ്ഷൻസിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ. ഇത് ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ജസ്റ്റ് നോട്ടിൽ എഴുതി വെക്കുക. ഇത് എന്തിനാ വെച്ചാല് ഇപ്പൊ നമ്മള് ഓൾറെഡി ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് എവിടൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കണം. ഇത് നിങ്ങൾ ഞാൻ ഈ ക്ലാസ് 3 സെഷനും എടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആദ്യം മുതൽ ഇതുപോലെ പോവാം. ക്ലിയർ അല്ലേ? അപ്പൊ വെതറിൽ 4 ടാബ്, സ്പേസിൽ 7 ടാബ്, സിസ്റ്റത്തിൽ 5 ഉണ്ട്. പക്ഷെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി ഒരൊറ്റ ടാബ് മാത്രമേ ഇപ്പൊ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോ 4, 7, 5. നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഈ ടോപ്പിക്സ് ഒക്കെ ആ ഓർഡറിൽ തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ആപ്പിനെ പറ്റി ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിങ്ങനെ ഓർഡറിൽ എഴുതി കൊടുക്കാൻ പറ്റണം. അപ്പോഴാണ് ഈ സോഫ്റ്റ്വെയറിനെ പറ്റി എക്സ്പെർട്ട് ആയി എന്നുള്ള അവർക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ ചെയ്യേണ്ട, ഞാൻ ഫസ്റ്റ് മാനുവൽ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇന്റർവ്യൂവില് മാനുവൽ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞിട്ട് 5 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ആ 5 പോയിന്റിലെ ഇന്റർവ്യൂ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ആദ്യത്തെ 6 പോയിന്റും സിവിലിന്റെ ഡീറ്റെയിലിംഗ് ആണ്. അപ്പൊ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ സംബന്ധിച്ചോളം ഇത് ഇൻപുട്സ് ആണ്. ഇതിൽ എന്തൊക്കെ വേരിയേഷൻസ് നമുക്ക് ബാക്കിയുള്ള ടീമിന് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട്, ആ നോളജ് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട്, എഡിറ്റ് ചെയ്യാണ്ടെന്ന് നോക്കാണ്ട്. അപ്പൊ ഇത് പറയുന്ന സമയത്ത് എവിടെ സ്റ്റാർട്ട് ചെയ്യുക? ക്ലാസ്സിനെ പറ്റി സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. നമ്മൾ ആ പറഞ്ഞ 5 പോയിന്റിൽ തന്നെ ആൻസർ ചെയ്യണം. അപ്പൊ ഇതിലും നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ നമ്പേഴ്സ് നോക്കി വെക്കുക, എന്നിട്ട് അതിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ സംസാരിച്ചു കഴിഞ്ഞാലും ആപ്പിനെ പറ്റി പറഞ്ഞ് തീരുക. അത്രയധികം കണ്ടന്റ് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ആ കണ്ടന്റ് ഷെയർ ചെയ്താണ് നമ്മളെ കോൺഫിഡൻസ് അവിടെ ബിൽഡ് ചെയ്യാറുള്ളത്. ഇപ്പൊ നിങ്ങളൊരു ആപ്പ് ഡിസൈനർ ആയിട്ട് ഒരു പോസ്റ്റിൽ നിൽക്കുകയാണ്, അത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. വേറെ ഒരു പണി നിങ്ങളോട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഓൾറെഡി അവന് 10 കൊല്ലം 10 കൊല്ലം ഒരു കമ്പനിയിൽ വെറും ആപ്പ് ഡിസൈനിങ് മാത്രമേ. നല്ല പാക്കേജ് ഉണ്ട്. കാരണം എന്താ വെച്ചാല് അവന് ചെയ്യുന്ന പോലെ വേറെ ആർക്കും ചെയ്യുക. അപ്പൊ അങ്ങനെ ഇതുപോലെ നിങ്ങൾ ആ എങ്ങനെയാണോ ആൻസർ പറയാൻ പറ്റുന്നത് ആ രീതിയിൽ വേണം ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. ക്ലിയർ അല്ലേ? വായിക്കട്ടെ. നെക്സ്റ്റ് നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. എല്ലാവരും സോഫ്റ്റ്വെയർ എടുക്കുക, പ്രൊജക്ട് ചെയ്യുക, പ്രൊജക്ട് എടുക്കുക. പ്രൊജക്റ്റില് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്, അതില് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ പാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലെ സായി, ബിബിൻ, അബിദർ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പോ ഫസ്റ്റ് നിങ്ങൾ ആ പ്രോപ്പർട്ടീസ് എടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് വെറുതെ വാല്യൂസ് എല്ലാം എൻ്റർ ചെയ്ത് പോയത് ഈ രണ്ട് പീനെ പറ്റി ആദ്യം പറയാം. 2 പി ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഒരു പി എടുക്കുന്നത് എവിടെ? പ്രൊജക്റ്റില് പ്രോപ്പർട്ടീസ്. അവിടെ നമുക്ക് നമ്മൾ സാധാരണ പ്രൊജക്ട് നെയിം, നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യും. പ്രൊജക്ട് നെയിം ഓൾറെഡി നമ്മളിപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന ഡ്രോയിങ്സ് പോലെ നമുക്ക് ഓൾറെഡി ഒരു പ്രൊജക്ട് നെയിം ഉണ്ട്. അപ്പം
ജസ്റ്റ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്നുള്ള പേരിലുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ക്ലയന്റിന്റെ പേരിലുണ്ടാവാം. ഫലക്നാസ്, ബെൽസല, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ചെയ്യുന്ന കുറെ ഡ്രോയിങ്സ് ഉണ്ടല്ലോ, ഓരോ ഷോറൂം ഡ്രോയിങ്സും അതുപോലെ ഹൈറൈസ് ബിൽഡിങ്ങും. അപ്പൊ അതിനോടനുസരിച്ച് ഒരു പേരുണ്ടാവും. ആ പേര് നമുക്ക് പ്രൊജക്ട് നെയിമിൽ കൊടുക്കാം. അല്ലാതെ ജസ്റ്റ് ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് കൊടുക്കുന്നതിന് പകരം ഒരു ക്ലയന്റിന്റെ പേര് എന്തായാലും ആ കോൺട്രാക്ടറോ കൺസൾട്ടൻസോ പറയും. നമ്പർ നമുക്ക് പ്ലോട്ട് നമ്പർ കൊടുക്കാം. ഞാൻ വാട്ടർ സപ്ലൈന്റെ ഒരു സെഗ്മെന്റില്, അതുപോലെ തന്നെ ഈ ഒരു ഡ്രോയിങ്സിൽ തന്നെ നമുക്ക് ചില ഡ്രോയിങ്സിന്റെ താഴെ കാണാം അവിടെ പ്ലോട്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. 3 ഡിജിറ്റിന്റെ 2 നമ്പേഴ്സ് ആണ്. ഫസ്റ്റ് ഡിജിറ്റ് ഇപ്പൊ 318 എന്ന് കൊടുത്തിട്ട് -170. മനസ്സിലായോ? അപ്പൊ അവിടെ നമുക്ക് പ്ലോട്ട് നമ്പർ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ നമ്പർ എന്ന് ഉദ്ദേശിച്ച് അവർ റെഫറൻസ് നമ്പർ ഉദ്ദേശിക്കുന്നത്. ചില കമ്പനികളുടെ, ഇപ്പൊ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത വെർജിൻ ടെൽകോട്ട എന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനീന്റെ ഓരോ പ്രൊജക്ടിന്റെ നമ്പർ സ്റ്റാർട്ട് ചെയ്യുക VD എന്ന് പറഞ്ഞിട്ടാണ്. VD 385, VD 281 എന്ന് പറഞ്ഞിട്ട് വരിക. അപ്പൊ ചിലപ്പം ആ നമ്പറേക്ക് അവിടെ കൊടുക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുന്ന സമയത്ത്, റിസൾട്ട് എടുക്കുന്ന സമയത്ത് ആ നമ്പർ അവിടെ ഹൈലൈറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു. പിന്നെ എഡിറ്റിംഗ് ചെയ്യാം. ഞാൻ പറഞ്ഞ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ പ്ലോട്ട് നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ ആ കമ്പനി ഒരു റെഫറൻസ് നമ്പർ, 10 പ്രൊജക്റ്റ് 10ന് 10 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, ആ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഡ് കൊടുക്കാം. അപ്പൊ ഇപ്പൊ തൽക്കാലം നിങ്ങൾ അതിന്റെ ഒരു പ്ലോട്ട് നമ്പർ എന്നുള്ള പേരിൽ എന്തെങ്കിലും കൊടുത്താലും മതി. പ്ലോട്ട് 180-170 അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. അത് ഡിപ്പെൻസ് ആണ് പ്രൊജക്റ്റിനനുസരിച്ച്. ഡേറ്റും ടൈമും അവിടെ ഓട്ടോമാറ്റിക്കായി വരും. പിന്നെ കോൺടാക്ട് നമ്പർ, കോൺടാക്ട് നെയിം, നിങ്ങളെ പേരാണ് കൊടുക്കുന്നത്. അധികം പ്രൊജക്റ്റിലും HVAC പ്രൊജക്ട് മാനേജറിന്റെ നമ്പറോ സീനിയർ പ്രൊജക്ട് എഞ്ചിനീയറുടെ പേരോ ആണ് കൊടുക്കുക. ഡിസൈൻ ചെയ്യുന്ന ആളെ പേരോടെ കൊടുക്കണം നിർബന്ധമില്ല. മനസ്സിലായോ? അപ്പോ അത് വലിയ പ്രൊജക്ട് ഒക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യാം. റിപ്പോർട്ടിംഗ് ടു ഹൂം എന്നാണ്. ഇപ്പൊ പ്രൊജക്ട് എഞ്ചിനീയറുടെ പേര് ഞങ്ങളൊക്കെ MS, അതായത് QAQC-ലെ മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ സൈൻ ചെയ്യുന്നത് പ്രൊജക്ട് മാനേജറാണ്. പ്രൊജക്ട് മാനേജർ ഓഫ് കോൺട്രാക്ടർ, പ്രൊജക്ട് മാനേജർ ഓഫ് ക്ലൈന്റ്, അവർ രണ്ടാളെ സൈൻ ഉണ്ടാവുക. അപ്പൊ കംപ്ലീറ്റ് ഡോക്യുമെന്റും അവരെ സൂപ്പർവിഷനാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഒരു പേര് കൊടുക്കണം, ആ നെയിം കൊടുക്കണം. അപ്പൊ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ക്ലയന്റിന് നമുക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ പേര് കാണിക്കുന്നുള്ളൂ. ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഓർത്ത് വെക്കുക നിങ്ങൾ എംപ്ലോയിഡ് ആവുന്ന സമയത്ത്. അപ്പൊ കോൺടാക്ട് നെയിം, കോൺടാക്ട് ടൈപ്പ്, അതിൽ കുറെ ലിസ്റ്റ് വരുന്നില്ലേ, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡിസൈനറിന് കൊടുത്തിട്ട് മേലെ നിങ്ങളുടെ പേര് കൊടുക്കാം. അല്ലെ? നിങ്ങൾ ഏത് സെഗ്മെന്റിലാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തത് നേരത്തെ പറഞ്ഞ ഒരു പ്രൊജക്ട് നെയിമും പ്രൊജക്റ്റും രണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാനൊരു മാരിയോട്ടിന്റെ ഒരു പ്രൊജക്ടിന്റെ ടൈറ്റില് 5B+G+M1 B1 M2 P2 50 typical floor അല്ലെങ്കിൽ 20 typical floor plus HC plus terrace plus roof. എത്ര ഫ്ലോർ ഉണ്ട്? 5, 6, 7, 8, 9, 10, 60, 61, 62, 63 അല്ലെ? അപ്പൊ ഇതിന് എന്ത് കിട്ടും? ഡയറക്റ്റ് നമുക്ക് ഫ്ലോർ നമ്പേഴ്സ് കിട്ടും. അപ്പൊ ഇത് ഹൈറൈസ് ബിൽഡിങ്ങിന്റെ ഒരു സ്ട്രക്ചർ ആണ്. ഇതുപോലെ കുറെ ഡീറ്റെയിൽ ആയി കൊടുക്കാം. P ഫോർ പാർക്കിംഗ് ആവാം, P ഫോർ പോഡിയം ആവാം, M ഫോർ മെസനൈൻ, G ഫോർ ഗ്രൗണ്ട്. അപ്പൊ ഇതുപോലെ പ്രൊജക്ടിന്റെ സൈസ് നിങ്ങൾക്ക് വേണം. നിങ്ങളെ CV-ലൊക്കെ റെസിഡൻഷ്യൽ പ്രൊജക്ട് എഴുതാൻ പോകണം ഇങ്ങനെയാണ്. പ്രൊജക്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ടേംസ് ആയിട്ട് എഴുതാം. പ്രൊജക്ട് ടൈറ്റിൽ എന്ന രീതിയിൽ എഴുതാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടി. പിന്നെ പ്രൊജക്ട് കിട്ടി. പിന്നെ അടുത്തതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, നോട്ട്സ്. നമ്മള് ഇപ്രാവശ്യം ഇത് പ്രൊജക്ട് ചെയ്യുന്ന ടൈമില് ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് ഗ്ലാസിന്റെ ഡീറ്റെയിൽസ് കിട്ടിയോ, ഫ്ലോറിന്റെ ഡീറ്റെയിൽസ് കിട്ടിയോ, വോളിന്റെ ഡീറ്റെയിൽസ് കിട്ടിയോ, റൂഫിന്റെ ഡീറ്റെയിൽസ് കിട്ടിയോ, അതുപോലെ തന്നെ പിന്നെ പാർട്ടീഷന്റെ ഡീറ്റെയിൽസ് കിട്ടിയോ എന്ന് ചോദിക്കും. ചില ഡാറ്റ ഒന്നും നിങ്ങളുടെ കയ്യിൽ കിട്ടൂല. ഫ്ലോർ ചിലപ്പോൾ കിട്ടൂല, പാർട്ടീഷൻ ചിലപ്പോൾ കിട്ടൂല, റൂഫും വോളും കിട്ടിയെന്ന് വരും, ചിലപ്പോൾ ഗ്ലാസും കിട്ടൂല. അപ്പൊ ഇതിൽ ഏത് കിട്ടും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫ്രഷ് എയറിന്റെ കാൽക്കുലേഷൻ നമ്മൾ ഓൾറെഡി ആൻസർ ഉണ്ട്. ചില ഡാറ്റ ചിലപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ കിട്ടൂല. എങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലെ? നമ്മൾ ഓൾറെഡി 62 ആഷറിന്റെ 62 എടുക്കുന്ന സമയത്ത് നമ്പർ ഓഫ് പീപ്പിൾ വേണം. നമ്പർ ഓഫ് പീപ്പിൾ നമ്മൾ കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് അസ്യൂം ചെയ്യേണ്ടി വരും, ഏരിയ ബേസിൽ അസ്യൂം ചെയ്യേണ്ടി വരും. നിങ്ങൾ ഓൾറെഡി NBC അതുപോലെ തന്നെ സൗദി ബിൽഡിംഗ് കോഡ് നോക്കി കഴിഞ്ഞാൽ നമ്പർ ഓഫ് പീപ്പിൾ ഓരോ പ്രൊജക്റ്റിൽ എത്ര പെർസെന്റ് ആണ് പെർ മീറ്റർ സ്ക്വയറിലും പെർ ഫീറ്റ് സ്ക്വയറിലും അവർ സ്പെസിഫൈ ചെയ്തു. അതായത് 1.8 മീറ്റർ സ്ക്വയറിൽ 1 പേഴ്സൺ ഒക്യുപ്പേഷൻ വരുന്നുണ്ട്, അങ്ങനെ കാണിക്കും. അതായത്
ഓഡിറ്റോറിയത്തിന്റെ സൈസിനനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ബിൽഡിംഗ് കോഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത്. ഓഡിറ്റോറിയം ചിലപ്പം 10,000 ആവാം, ഏരിയ 10,000 മീറ്റർ സ്ക്വയർ ആവാം, 20,000 ആവാം, ചിലപ്പോൾ 1 lakh ആവാം, അല്ലെങ്കിൽ കൺവെൻഷൻ ക്വാളിറ്റി ഹാളുകളാവാം. അപ്പൊ അങ്ങനത്തെ കേസുകൾ വരുന്ന സമയത്ത് നമുക്ക് ഒരാൾക്ക് എത്ര സ്പേസ് വേണമെന്ന് പറയാൻ പറ്റും. അപ്പൊ ഒരാൾക്ക് എത്ര സ്പേസ് വേണം, ഞാനൊരു എക്സാമ്പിൾ പറയാം. 2 meter square per person. അതിന്റെ അർത്ഥം അതായത് 2 meter square ഒരാൾക്ക് അലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ചിലപ്പോൾ ഒരു 2 meter square തന്നെ അത്യാവശ്യം സൈസ് ഇല്ലേ. അപ്പൊ ഒരാൾ ചിലപ്പോൾ അതിന്റെ ഒരു മൂലയിലെ സ്പേസ് ഉണ്ടാവണം, പക്ഷെ അതിന്റെ അർത്ഥം അതല്ല, ആ സർവീസിൽ അത്രയും സ്പേസ് ഒക്യുപ്പൻസി കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓഡിറ്റോറിയത്തിൽ നോക്കുകയാണെങ്കിൽ സീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് സ്പേസ് ഇല്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ സ്റ്റേജ് ഉള്ളത്. നേരെ പക്ഷെ നിങ്ങൾ ചില ഓഡിറ്റോറിയത്തിൽ പോയി കഴിഞ്ഞാൽ ആ സ്പേസ് വളരെ കുറയുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ആംബിയൻസ് കുറയും അല്ലെ, അപ്പൊ അതിന് റെറ്റും കുറയും. അപ്പൊ ആ രീതിയിലൊക്കെ ഈ സംഭവമുണ്ട്. ഇത് നമുക്ക് ഓൾറെഡി ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ റേറ്റുകളൊക്കെ റഫ് ആയിട്ടുള്ള ചില വാല്യൂസ്. ഓഡിറ്റോറിയത്തിന്റെ ആവറേജ് ഹൈറ്റ് എത്ര, ഓഡിറ്റോറിയന്റെ പെർ ഒക്യുപ്പൻസി റേറ്റ്, ഏരിയ എത്ര, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഇങ്ങനത്തെ കുറെ ഡാറ്റാസ്. അപ്പൊ നമുക്ക് പിന്നെ നോക്കാം, പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിലോട്ട് പോവാം. അപ്പൊ ഇതിൽ നമുക്ക് ഈ ഫ്രഷ് എയർ, അതുപോലെ തന്നെ ഇൻഫിൽട്രേഷൻ, ഇന്റേണൽ ലോസ് അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഡാറ്റ ചിലത് കിട്ടും, ചിലത് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ നോട്ട്സില് ഇതിൽ എന്ത് ഡാറ്റ കിട്ടി, അത് കിട്ടി, അത് ഓൾറെഡി നമ്മൾ റിസീവ് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ കോഡിൽ എഴുതാം, റിസീവ്ഡ് WR ഗ്ലാസ് ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഓൾറെഡി ഡാറ്റാസ് കിട്ടി. അപ്പൊ ഒന്നുകിൽ ഇങ്ങനെ കോഡ്സ് എഴുതി വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റാസ് കിട്ടി ടെൻഡറിങ് എസ്റ്റിമേഷന്റെ ഡ്രോയിങ്സ് നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്ത എഞ്ചിനീയർ അല്ലെങ്കിൽ ഇന്ന ആള് അല്ലെങ്കിൽ ഇന്ന കമ്പനി അത് കൊടുക്കുക. അപ്പൊ ഈ ഡാറ്റ എന്തിനാണ് എഴുതി വെക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഹാപ്പ് ചെയ്യുന്നത് ചിലപ്പോൾ ജനുവരിയില് അതിന്റെ റിസൾട്ട് കൊടുത്തു, റിസൾട്ട് ഒക്കെ കാണിച്ചു, കൺസൾട്ടന്റ് ഓൾറെഡി എഗ്രി ചെയ്തു. ആ അവാർഡ് വർക്ക് അവാർഡ് ആകുന്നതോ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈമിലോ അല്ലെങ്കിൽ അത് അപ്രൂവ് ചെയ്തിട്ട് അതിന്റെ കമന്റ് വരുന്നത് ചിലപ്പോൾ കുറെ കഴിഞ്ഞിട്ട്. ഇപ്പൊ കിട്ടിയ ഡാറ്റ നമ്മൾ ഓൾറെഡി കയ്യിലുണ്ട്, പക്ഷെ അതിന്റെ ശേഷം ഒരു ആർക്കിടെക്ട് അതിനെ അപ്ഡേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. രാസമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, രാസ ഒരു സ്റ്റുഡന്റ് വന്നിട്ട് അതിന് സ്ഥിരമായിട്ട് ഒരാൾ വർക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ ക്ലാസ് എടുത്ത് ചേഞ്ച് ആയി പോവാ. ചേഞ്ച് ആയി പോകുമ്പോൾ അവന് അതുവരെ ചെയ്ത ടെൻഡേജ് തെറ്റിപ്പോയി. മനസ്സിലായി? അപ്പൊ ഈ ഡാറ്റാസ് എന്തുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് പറയാൻ കാര്യം വെച്ചാൽ ഈ ഡാറ്റ കൃത്യമായിട്ട് എഴുതി വെച്ചില്ലെങ്കിൽ ഇത് നമുക്ക് വലിയൊരു വെപ്പണായിട്ട് തിരിച്ചെടുക്കും. ഞാൻ ഇതിൽ കൊടുത്തൊരു വാല്യൂ, ദുബായ് മുനിസിപ്പാലിറ്റി ഓൾറെഡി പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, 0.56 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. റൂഫിൽ പറയുന്ന ഒരു വാല്യൂ ഉണ്ട് 0.3. പക്ഷെ ആ രണ്ട് വാല്യൂ നമ്മൾ നോക്കാതെ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അവർ തന്ന ഡീറ്റെയിൽസ് ഇതാണ്, നമ്മൾ അവരെ റെഫറൻസ് എടുത്തല്ലേ ചെയ്ത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പറയാം നിങ്ങൾ തന്ന ഡീറ്റെയിൽസ് ഇതാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നെ മറന്നു എവിടുന്നാ കിട്ടിയെന്ന് ഓർമ്മ ഉണ്ടാകും. ഇത് പലപ്പോഴും പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണം. കാര്യം എന്താ പറയുക, നിങ്ങൾ ആദ്യം ഒരു ടെണ്ണേജ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു, 80 ടെണ്ണേജ് ഒരു പ്രൊജക്റ്റിന് വന്നു. ആ ടെണ്ണേജിനെ ചിലപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്തേക്ക് മനസ്സിലാവുക അവിടെ ഉപയോഗിച്ച വാള് ഡിഫറെന്റ് ആയി. തെർമൽ ബ്ലോക്സ് വെച്ചില്ല, നോർമൽ ബ്ലോക്സ് വെച്ചു, പ്രശ്നമായി. അല്ലെങ്കിൽ ഗ്ലാസ് ഓൾറെഡി ഇൻസുലേറ്റഡ് ഗ്ലാസ് ആയിരുന്നു, അവർ കോട്ടിങ് കൊടുക്കാന്ന് പറഞ്ഞു, കോട്ടിങ് കൊടുത്തില്ല. മനസ്സിലായോ? അപ്പൊ ആ സമയത്തൊക്കെ ഈ കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്. അപ്പൊ ഈ ടാബില് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ നോട്ട്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. എന്ത് കിട്ടി എന്ത് കിട്ടിയില്ല, കിട്ടാത്തത് അതുപോലെ തന്നെ എഴുതി വെക്കുക. എന്നിട്ട് നമ്മള് ഒരു ക്വയറി അയക്കും. പലപ്പോഴും നമ്മൾ ടെൻഡറിംഗ് എസ്റ്റിമേഷനിൽ ചെയ്യുന്ന ഒരു വർക്കാണ്, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊജക്ട് കോട്ട് ചെയ്യുന്ന ഇതാണ് ക്വയറി അയക്കുക എന്ന് പറയുന്നത്. ക്വയറി അയക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ക്വയറി അയക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ക്വയറീസ് അയക്കുക. ഞാനിപ്പോ ഈ പെന്നിന്റെ റേറ്റ് ഒരാളെ പറഞ്ഞു എനിക്ക് 1000 പീസ് വേണം. അപ്പൊ ഇവിടെ ഞാൻ 1000 പീസ് തരാം. ഞാൻ എന്ത് ചെയ്തു, ക്യാമലിന്റെ കമ്പനി പോയിട്ട് 1000 പീസ് ഓർഡർ ചെയ്തു, നേരെ കൊണ്ടുവരും. ഓക്കെ, അവിടെ എത്തിയപ്പോ പറയാണ് നമുക്ക് ഈ പ്രൈസും ഒക്കെ, പക്ഷെ ഈ മോഡൽ എല്ലാം ഉദ്ദേശിച്ചത് ഈ സാധനം ഇതേപോലെ കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ കൊടുത്തിട്ട്. അപ്പൊ നമ്മൾ അവിടെ ആർഗ്യൂ ചെയ്യാൻ എന്താ കാര്യം, ഇതിന്റെ ലോജിസ്റ്റിക് എക്സ്പെൻസ് അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ
ഇത് കളക്ട് ചെയ്ത ഹാൻഡിങ് ചാർജ് ഉണ്ട്. അത് മാത്രമല്ല ഈ സാധനം റിട്ടേൺ എടുക്കോ ഇല്ലെന്ന് അറിയണ്ടേ. ഈ റിട്ടേൺ എടുത്താൽ തന്നെ അതേ പ്രൈസിന് എടുക്കോ, പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ചാലഞ്ചസ് ചില സപ്ലൈസ് ഒക്കെ ചെയ്തുതരും, പക്ഷെ അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ട്രാൻസ്പോർട്ടേഷനുള്ള പൈസ അവർ കയ്യിൽ തരില്ല. ചിലപ്പോ അയാൾക്ക് നമ്മൾ പോട്ട് നമ്മൾ ചിലപ്പോ 1 മുതൽ 10 പൈസ 20 പൈസ വെച്ചിട്ടായിരിക്കും. ഈ സിമെന്റിന്റെ ഒക്കെ കച്ചവടം അറിയാം, കണ്ടെയ്നർ അടക്കി നോക്കുമ്പോ ചെറിയ പൈസേനെ മാറ്റി അല്ലെങ്കിൽ ചെറിയ രൂപേനെ മാറ്റി. അത് കണ്ടെയ്നറിന് വരുമ്പോ അവർക്ക് അത്രയും പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാല് ഇതുപോലെ ചില സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഈ ക്വയറീസിന്റെ പ്രത്യേകത എന്താണ്, ഞാൻ അവരോട് ആദ്യം തന്നെ ചോദിച്ചു ഏത് മോഡൽ വേണം. അപ്പൊ അവര് പറഞ്ഞു അതില് നമുക്കിപ്പോ ഒരു 615 മോഡലാണ്, അതാണ് ആവശ്യം. അതിന് ഇത്രയാണ് അതിന്റെ ഇഞ്ചിന്റെ എണ്ണ ഉള്ളത്, ഇത്രയാണ് സൈസ് ഉള്ളത്, അതൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഈവൻ ISI നമ്പറോ മറ്റുള്ള നമ്പറുടെ അത് അടക്കം കൊടുക്കും. അപ്പൊ അവിടെ കൺഫേം ആയി ഇതാണ് സാധനം അല്ലെ. അപ്പൊ നമുക്ക് ഈ കൺഫർമേഷൻ അല്ലെങ്കിൽ ഈ ഡാറ്റ ഇല്ലെങ്കിൽ കുട്ടികളുടെ ഡാറ്റ കുറെ പ്രോബ്ലംസ് വരും, ഡിസ്പ്യൂട്ട്സ് വരും അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു സംഭവം എന്താണ്, ക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഈ ലൈറ്റിന്റെ എമൗണ്ട് ഏകദേശം 200 rupees ആണ് എന്ന് വിചാരിക്കുക. ഞാനത് പിന്നെ ഈ മോഡൽ അവർക്ക് പറഞ്ഞു, എമൗണ്ട് കോട്ട് ചെയ്തു, കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം പറയാണ് ആ മോഡലല്ല, അതിന്റെ 415 എന്ന് പറഞ്ഞ മോഡലായിരുന്നു അത്, പക്ഷെ 415R എന്ന് പറഞ്ഞ വേറൊരു മോഡൽ, ഒരു ലെറ്റർ വ്യത്യാസം അല്ലെ. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം, ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അപ്പൊ ഈ നോട്ട്സിൽ എന്താണ് ചെയ്യുന്നത്, നമുക്ക് കിട്ടിയ സാധനം കിട്ടാത്ത സാധനം ലിസ്റ്റ് ചെയ്യുക. കിട്ടാത്ത സാധനത്തിന് ഒരു മെയിൽ പ്രിപ്പയർ ചെയ്തിട്ട് അവർക്ക് അയച്ചിട്ട് കൺഫർമേഷൻ വാങ്ങിക്കാം. ഈ ഡാറ്റാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇത് ഓക്കെ ആണോ അല്ലേ, ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഡാറ്റ ഇല്ലെങ്കിൽ നമ്മൾ ഈ വാല്യൂസ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പൊ ചിലപ്പോൾ തരാൻ അവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അവരുടെ മിനിമം ഡാറ്റ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയർ ആയിരിക്കാം, ആർക്കിടെക്ട് ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ആ മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലും പുതിയ പ്രൊഡക്റ്റ് ആയിരിക്കാം. അപ്പൊ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ഈ ക്വയറീസ് അയക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ്, മനസ്സിലായോ. അപ്പൊ ഈ ക്വയറീസ് ആണ് നമ്മളെ നോട്ടിന്റെ ഫസ്റ്റ് പാർട്ട്. ക്ലിയർ ആണ് അപ്പൊ പ്രൊജക്ടിന്റെ കേസുകൾ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പി, ഒരു പി ആണ് നമ്മൾക്ക് പറഞ്ഞത്, ഒരു പി ആണ് പറഞ്ഞത് പ്രൊജക്റ്റില് പ്രോപ്പർട്ടീസ്. അടുത്ത പി പ്രിഫറൻസ് എന്ന് പറഞ്ഞ പാർട്ട്. അതെവിടെ വരിക, വ്യൂലാണ് പ്രിഫറൻസ് വരിക. ആ ഇതല്ലേ, ക്ലിക്ക് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ ടൈപ്പ് ചെയ്യുന്നോ അവിടെ നോട്ടെ, നമുക്ക് പിന്നാക്കാം. ഓക്കെ, ഇത് നോട്ട്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതർ ഇൻഫോ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ ആക്റ്റീവ് ആവില്ല. അത് ലേറ്റസ്റ്റിലൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ തൽക്കാലം അതങ്ങനെ കിട്ടട്ടെ, നമുക്ക് നോട്ട്സ് ആണ് ഇമ്പോർട്ടന്റ്. ഓക്കെ അല്ലേ. ഇനി അടുത്തത്, ഇനി വേറൊരു കാര്യം പറയാനുണ്ട്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ. ഇനി അടുത്ത് വ്യൂ പോയിന്റ്, സോറി വ്യൂവില് പ്രിഫറൻസ്. വ്യൂ നിങ്ങൾ മറ്റുള്ള കുറെ കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ, ലാർജ് ഐക്കൺ ആക്കാം, സ്മോൾ ഐക്കൺ ആക്കാം, ലിസ്റ്റ് ആക്കാം, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ, പിന്നെ ടൂൾ ബാർസ്, സ്റ്റാറ്റസ് ബാർസ് അതൊക്കെ വരുന്ന രീതിയിൽ ചെയ്യാം. അവിടെ പ്രിഫറൻസ് ഒന്ന് ക്ലിക്ക് ചെയ്തേ, പ്രിഫറൻസ് ക്ലിക്ക് ചെയ്തില്ലേ, ഇത് ഓട്ടോകാർഡിൽ യൂണിറ്റ് എവിടെ സെറ്റ് ചെയ്യാം, സ്റ്റാർട്ടിങ്ങിലല്ലേ. ഇത് സ്റ്റാർട്ടിങ്ങിൽ നിർബന്ധമില്ല, എപ്പോ വേണമെങ്കിൽ ചെയ്യും, അത് റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ചെയ്യാം. പക്ഷെ ചില ബട്ടൺസ് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. അതിലൊരു ബട്ടൺ ഞാൻ ജസ്റ്റ് ഹിന്റ് തരാം, ബാക്കി നമുക്ക് ചെയ്യാം. എനേബിൾ എനർജി അനാലിസിസ് ഫീച്ചർ. ഇപ്പൊ അതിന് തൊടരുത്, തൊടാനേ ഇല്ല. ആ ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. കാര്യം എന്താ വെച്ചാല് ഇപ്പൊ അതിനെ പറ്റി ശ്രദ്ധിക്കണ്ട. നമുക്കിപ്പോ ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ്, ഒന്ന് ഇംഗ്ലീഷ് അല്ലെങ്കിൽ SI മെട്രിക്സ് അല്ലെ. നമുക്ക് ഇംഗ്ലീഷിൽ വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, SIയിൽ വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്. സാധാരണ നമ്മള് പിന്നെ CFM എന്ന് പറയുന്നത് ഏത് ടൈമില, SI ആണോ, SI ആണോ, SI അല്ല, ഇതോ ഇതിലേതാ SI,
ഇനി ഇതോ കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ പറഞ്ഞ അല്ലേ? അപ്പൊ നമുക്ക് ലിറ്റർ പെർ സെക്കൻഡിലാണ് ഇപ്പൊ മിക്കവാറും യു എയിലൊക്കെ പ്രൊജക്ട് ചെയ്യുന്നത്. പക്ഷെ പഴയ കമ്പനികളൊക്കെ ആണെങ്കിൽ പഴയ സീനിയേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോഴും സി എഫ് എമ്മിൽ തന്നെ ചെയ്യാം. ഇപ്പോഴും നിങ്ങൾക്ക് ചില ഡോക്യുമെന്റ്സ് ചെയ്യാം. ഇപ്പോഴും ആശ്ര എന്ത് ചെയ്യുന്നത്, ആശ്രന്റെ ഹാൻഡ് ബുക്ക് വരുന്നുണ്ട്. ആശ്ര പിന്നെ ഇറക്കുന്ന ബുക്കുകളിൽ നിങ്ങൾക്ക് ഇപ്പോഴും 2 വേർഷൻ ഉണ്ട്. ഒന്ന് IP വേർഷനും ഒന്ന് SI വേർഷനും. ഇത് ഏത് വേർഷൻ പറയാൻ പറ്റുമോ? IP വേർഷനാണ്. ഇതിൽ നിങ്ങൾക്ക് CFMA കാണും. ഇത് നോക്കുക, ഇതിൽ നിങ്ങൾ CFMA. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ രണ്ട് യൂണിറ്റ്സ് മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത് നേരത്തെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇനി അടുത്തത് അതിന്റെ തൊട്ടടുത്തൊരു ടാബ് ഉണ്ട്, പ്രൊജക്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ കാണാം അല്ലെ? ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇതിൽ ഓൾറെഡി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ USGBC, അതുപോലെ തന്നെ ലീഡ് ഗൈഡ് ലൈൻസ് ഒക്കെ അല്ലേ, അതിന്റെ ഒക്കെ സർട്ടിഫിക്കേഷൻ എടുക്കുന്ന സമയത്തൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. കിട്ടിയില്ല? വ്യൂവില്, പ്രിഫറൻസില്, അതിന്റെ തൊട്ടപ്പുറത്തെ ടാബ് നമ്മൾ ഫോളോ ചെയ്യുന്ന വെന്റിലേഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? 62.1, 62.2 ആണ് സാധാരണ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 62.1ന്റെ ഡീറ്റെയിൽസ് കാണാം. അതിൽ 2010 വരെ ഉള്ളതുണ്ട്. ഇനി നമുക്ക് അവിടെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, യൂസർ ഡിഫൈൻഡ് ആക്കാം. പക്ഷെ നമ്മൾ അതിനെ ഫോളോ ചെയ്ത തൽക്കാലം കാര്യം ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് 62.1നെയാണ്. മനസ്സിലാവും? നിങ്ങളത് ആശ്രന്റെ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ വിസിബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. 2022 ആണ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ്, ഏത് 62.2. അപ്പൊ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം, ഹാപ്പ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് വേർഷൻ ആണെങ്കിൽ മാത്രമേ ഈ വാല്യൂ എടുക്കാൻ അല്ലെങ്കിൽ ആശ്രയ വെബ്സൈറ്റിൽ പോവുക. ഞാനൊന്ന് കാണിച്ചതില്ലേ, ഓരോ അതില് 19ാമത്തെ പേജ് നോക്കുക. 19ാമത്തെ പേജിൽ സെയിം ടേബിൾ നമുക്ക് കാണാം, അപ്ഡേറ്റഡ് വേർഷന് കാണാം. ആ അപ്ഡേറ്റഡ് വേർഷന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മൈക്ക് ഓഫ് ചെയ്തല്ലേ? ക്ലിയർ ആണോ? അപ്പോ അത് കഴിഞ്ഞാല് 90, ഈ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഈ 2 ചാപ്റ്റർ നിങ്ങൾ മുഴുവനായിട്ട് വായിച്ചു നോക്കണം. കുറച്ച് പേരുണ്ട്. ഈ 2 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് എനർജി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന കേസ്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ സീറോ എനർജി പ്രൊജക്ടുകളുണ്ട്, അല്ലെങ്കിൽ സിമുലേറ്റഡ് പ്രൊജക്ടുകളുണ്ട്, അല്ലെങ്കിൽ ഗ്രീൻ ബിൽഡിംഗ് റെഗുലേഷൻസ് ഉണ്ട്. അതിൽ ഒരുപാട് ടേംസ് വരുന്നുണ്ട്. അതിലൊന്നാണ് 90.1. ഇതും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ സെറ്റ് ചെയ്യാൻ നോക്കാൻ പറ്റും. നാഷണൽ വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് നോക്കാൻ പറ്റും. അത് റീഡബിൾ ആണ്, പക്ഷെ ഡൗൺലോഡ് ചെയ്യാനോ മറ്റുള്ള പ്രിന്റ് ഔട്ട് ചെയ്യാനോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞത് ഹാപ്പ് സോഫ്റ്റ്വെയറിലെ ഇപ്പോഴുള്ള വേർഷനിൽ വരുന്ന ഡാറ്റ അത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എടുക്കണം, നിർബന്ധമാണ്. ലാസ്റ്റ് ലീഡ് റേറ്റിംഗ്. ലീഡ് റേറ്റിംഗിൽ നമുക്ക് ഓൾറെഡി USGBC എന്ന വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നിങ്ങൾ ലീഡ് സർട്ടിഫിക്കറ്റ്, നിങ്ങളെ 3 കൊല്ലം കഴിഞ്ഞിട്ടുള്ള എയിം എനർജി സിമുലേഷൻ പാർട്ടിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇലക്ട്രിക്കൽ ആയാലും മെക്കാനിക്കൽ ആയാലും ഈ സർട്ടിഫിക്കേഷൻ നിർബന്ധമായിട്ട് 3 കൊല്ലം കൊണ്ട് എടുക്കണം. എനർജി ബേസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡ്രാഫ്റ്റിംഗ് പോർഷനിൽ കയറുന്ന സമയത്ത് നിങ്ങളോട് ഏതെങ്കിലും ഒരു കൺസൾട്ടന്റ് ക്ലൈന്റ് ചോദിക്കണം, നിങ്ങൾ പിന്നെ ചെയ്യുന്ന പ്രൊജക്ട് എനർജി അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി ബിൽഡിംഗ് ആണോ, സസ്റ്റൈനബിൾ ബിൽഡിംഗ് ആണോ, ഗ്രീൻ ഡെവലപ്മെന്റ് ആണോ, ഗ്രീൻ ബിൽഡിംഗ് റെഗുലേഷൻസ് ആണോ, ഈവൻ ലൈറ്റിംഗ് ഡിസൈൻ ഉണ്ടല്ലോ. ലൈറ്റിംഗ് ഡിസൈൻ ഇപ്പോ LED സ്കോപ്പ് വന്നില്ലേ? LED സ്കോപ്പ് വന്നപ്പോൾ പണ്ടത്തെ കറണ്ട് ബില്ലാണ് ഒപ്പം ഉള്ളത്. ഇല്ല, പണ്ട് കൊടുക്കുന്ന ലൈറ്റിംഗ് ലോഡാണ് ഒപ്പം കൊടുക്കുന്നത്. മുമ്പ് ലോഡ് ഷെഡ്യൂളിലൊക്കെ 100 വാട്ട്സ് ആയിരുന്നു ലൈറ്റ് പോയിന്റ് കൊടുത്തു. ഇപ്പൊ റീസെന്റ് അത് 48, 38, 42 പല രാജ്യങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഇപ്പൊ ലോഡ് ഷെഡ്യൂൾ ചെയ്തല്ലോ, ഏതാ കൊടുത്തിരിക്കുന്നത്? 30 റേഞ്ചിൽ കൊടുത്തത്. ഈ 30 റേഞ്ചിന് എവിടുന്ന് ഒരു റെഫറൻസ് എന്നുള്ളത് നോക്കി വെക്കണം കേട്ടോ. ഏത് രാജ്യത്ത് ഏത് റെഫറൻസ് നോക്കിയെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പൊ ഞാനൊക്കെ ചെയ്ത സമയത്ത് 100 ആയിരുന്നു കൊടുത്തിരുന്നു ലൈറ്റ് പോയിന്റ്. പവർ പോയിന്റോ അല്ല, പെർ സോക്കറ്റ് 200 ആവും. നമ്മുടെ എക്യുപ്മെന്റ്സ് എന്താണ് വെക്കുന്നത് അനുസരിച്ചാണ്. പക്ഷെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും പണ്ട് ഉപയോഗിച്ച സോക്കറ്റിൽ വെക്കുന്ന സാധനം തന്നെയാണ് അപ്പോൾ ഉപയോഗിക്കുന്നത്. പണ്ട് മിക്സി വെച്ച പോയിന്റിലാണോ ഇപ്പൊ മിക്സി വെക്കുന്നത്? അല്ല.
പണ്ട് വാഷിംഗ് മെഷീൻ വെച്ച പോയിന്റിലാണ് ഇപ്പോൾ വാഷിംഗ് മെഷീൻ വെക്കുന്നത്. അപ്പൊ തെറ്റിയില്ലേ? തെറ്റിയോ? ഒരേ സാധനം മാറ്റം ഉണ്ടാവില്ല. കുറച്ച് ഹ്യൂജ് പവർ ഉള്ള സാധനങ്ങളൊന്നും മാറ്റം ഉണ്ടാവില്ല. ഞാൻ കുറച്ച് ഇസ്തിരിപ്പെട്ടി വരെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് മാറ്റിയിട്ടുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ലോഡ് ഷെഡ്യൂൾ തെറ്റിയോ? ഫസ്റ്റ് കൊടുത്ത് ലോഡ് ഷെഡ്യൂൾ തെറ്റിയോ? അല്ലെ? ഇപ്പൊ ഒരു വീട്ടില് ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്. 2 ഫ്ലോറിലും അയൺ ബോക്സ് ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ പഴയ അയൺ ബോക്സ് വേറെ വെച്ചിട്ടുണ്ടോ, പുതിയ അയൺ ബോക്സ് താഴെ. അപ്പൊ എന്താ പ്രശ്നം? അപ്പൊ ലോഡ് ഷെഡ്യൂളിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് വേരി ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചില പോയിന്റ് കുറച്ച് കൂടുതൽ ഇട്ടു. ചില ആൾക്കാർ പറയും ഇവിടെ എത്ര ലോഡ് വരുന്നുണ്ട്, വെറുതെ എന്തിനു കൊടുക്കുന്നത്. ഒരു ബുക്ക് ഷോപ്പാണ് വിചാരിക്കുക. ബുക്ക് ഷോപ്പിൽ നിങ്ങൾ ഇവിടെ ഒരു സോക്കറ്റ് കൊടുക്കും. ഓക്കെ, ഈ സോക്കറ്റ് കൊടുത്ത സമയത്ത് അവിടെ ആ ബുക്ക് ഷോപ്പിന്റെ അടുത്ത് വേറെ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് വെക്കും. ഒരിക്കലും അവിടെ വെക്കുന്ന ആള് ശ്രദ്ധിക്കില്ല അതിന് ആ കപ്പാസിറ്റി ഉണ്ടോ, ടേബിളിന്റെ സൈസ് ഓക്കെ ആണോ, സേഫ് ആണോ അല്ലെങ്കിൽ നോക്കില്ല. അപ്പൊ അങ്ങ് സെറ്റ് ചെയ്ത് പോവുക ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ലോഡ് ഷെഡ്യൂളൊക്കെ ഈ ചേഞ്ചസ് വരാം. അപ്പൊ ഇവിടെ നമ്മൾ ഈ 2P ശ്രദ്ധിക്കുക. ഈ 2Pയില് നമുക്കുള്ള ഡാറ്റാസ് കൊടുക്കുക. അപ്പൊ ഞാൻ ഒരുപാട് ഇൻഫർമേഷൻ ഈ 2 ബട്ടനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞ് ഇതൊന്ന് എല്ലാവരും ഒന്ന് റീകളക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയടിക്ക് സോഫ്റ്റ്വെയർ എടുത്ത് തീർക്കാത്തത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമുക്ക് പോകേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഇനിയാണ് പ്രോസസ് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഇപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു? 2Pന്റെ കേസ് പറഞ്ഞു. ഫസ്റ്റ് Pയിൽ നമ്മൾ കുറെ ഡാറ്റ എൻട്രി ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതിൽ ബാക്കിയെല്ലാം നിങ്ങൾ ഓക്കെയാണ്. ആ നോട്ട്സ് എഴുതുന്ന സമയത്ത് സീരിയസ് ആയിട്ട് തന്നെ അത് എല്ലാ ഡാറ്റാസും ചെക്ക് ചെയ്തിട്ട് തുറക്കാം. ഇത് ചെക്ക് ചെയ്യാതെ തുറക്കുമ്പോൾ എന്താ സംഭവിച്ചാൽ ഇടയ്ക്ക് വെച്ച് സ്റ്റക്ക് ആയി പോകും. അതുപോലെ തന്നെ ഒരു പ്രൊജക്ട് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റഡി ചെയ്യാം. ഒരു 10 മിനിറ്റ് എടുക്കുക. അവരുടെ ഡ്രോയിങ്സിൽ എന്തൊക്കെ കൊടുത്തു. ഞാൻ ഒരു 2-3 ഡ്രോയിങ്സിന്റെ ഏത് തരാം. അത് ഓൾറെഡി വിൻഡോസും ഓൾ ഷെഡ്യൂൾസും ഒക്കെ ഉണ്ട്. എല്ലാ ഷെഡ്യൂൾസും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഈ അസിസ്റ്റ് അതുപോലെ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് നോക്കാം. ഈ ക്വയറി പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. ക്വയറിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണലാണ്. ക്വയറിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു പ്രാക്ടീസറാണ്. ജസ്റ്റ് ഒരു പ്രൊജക്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പൊ പ്രൊഫഷണൽ ആണെങ്കിൽ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ശരിക്കും ഈ മെത്തേഡ് എന്ന് പറഞ്ഞാല് സാധാരണ ഇതിന് പറഞ്ഞൊരു ടേം ഉണ്ട്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ക്വാളിറ്റി മാനേജ്മെന്റിൽ QHSE എന്ന് പറഞ്ഞ പാർട്ട്. നിങ്ങളിപ്പോ ആപ്പ് ചെയ്യണം. ആപ്പ് ഒരു കമ്പനി ചെയ്തു കൊടുക്കണം. നിങ്ങൾ അണ്ടറിൽ ഒരു 3-4 പേര് വന്നു, 3-4 ഡ്രാഫ്റ്റ്മാൻമാർ വന്നു, അല്ലെങ്കിൽ 3-4 ആപ്പ് ഡിസൈനേഴ്സ് വന്നു. അവർക്കൊന്നും അറിയില്ല, ആപ്പ് ജസ്റ്റ് വർക്ക് ചെയ്യാൻ അറിയാം. അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ആപ്പ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഡോക്യുമെന്റ്സ് ചെക്ക് ലിസ്റ്റ് ആയിട്ട് വെക്കും. ഇന്നലെ ഇപ്പൊ നമ്മള് ഇർഫാൻ ഇതുപോലെ തന്നെ ഫെസിലിറ്റി മാനേജർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. കുറെ സ്റ്റാൻഡേർഡ്സ് അവർ നോക്കിയപ്പോൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ പറഞ്ഞത് വെച്ചാൽ ഞാൻ ഈ സ്റ്റാൻഡേർഡ് പഠിച്ചിട്ട് അത് അവിടെ കമ്പനിയിൽ പോയി ചെക്ക് ചെയ്യാനാണ്. പക്ഷെ അങ്ങനെ സ്റ്റാൻഡേർഡ് നോക്കുന്നേക്കാളും നിങ്ങൾക്ക് നല്ലത് ഒരു ചെക്ക് ലിസ്റ്റ് നോക്കുന്നത്. ഒരു ഫെസിലിറ്റി മാനേജ്മെന്റ് എന്തൊക്കെ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് പ്രിവെന്റീവ് മെയിൻ്റെനൻസ്, കറക്റ്റീവ് മെയിൻ്റെനൻസ്, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് മെയിൻ്റെനൻസ്. ഈ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, പ്രൊജക്ട് നോക്കാൻ. അവിടെ ഈ സ്റ്റാൻഡേർഡിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ പണി ചെയ്യില്ല. പറ്റിയ മനസ്സിലായോ? അപ്പൊ ചെക്ക് ലിസ്റ്റിനെ ഫോളോ ചെയ്യാം. ഡ്രാഫ്റ്റ്മാൻ നിങ്ങളിപ്പോ ഓൾറെഡി ഡ്രാഫ്റ്റ് ചെയ്യുന്നില്ലേ? ഡ്രാഫ്റ്റ്മാന് സ്വന്തമായിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുക? ഏത് ലൈൻ തിക്നെസ്സിൽ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, അതിന്റെ ലെജൻഡിൽ കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റിംഗ് ചെയ്ത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എന്തൊക്കെ പോയിന്റ്സ് ചെക്ക് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവസാനം ഞാൻ പറഞ്ഞ യെല്ലോ ലൈന് എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയില്ല. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് നേരെ സബ്മിറ്റ് ചെയ്യുന്ന കുറെ സാധനം യെല്ലോ ലൈൻസ്. ചെക്ക് ലിസ്റ്റ് എന്ത് വേണം? നെവർ യൂസ് യെല്ലോ ലൈൻസ്, അല്ലെങ്കിൽ ചെക്ക് ഫോർ യെല്ലോ ലൈൻസ്. യെല്ലോ ലൈൻസ് എന്താ പ്രശ്നം? ഇതൊരു സ്റ്റാൻഡേർഡ് ഒന്നല്ല. യെല്ലോ ലൈൻസ് നിങ്ങൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണില്ല പോയില്ല. മനസ്സിലായോ? അപ്പൊ അതും ഒരു ചെക്ക് ലിസ്റ്റ് ആണ്. അപ്പൊ ഇതിലൊക്കെ പറയണമെങ്കിൽ QHSE ഫോർമാറ്റ് സെറ്റ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ആപ്പിലും ഒരു ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ആപ്പിൽ നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി അടുത്തത് വെതർ പ്രോപ്പർട്ടീസ്. വെതർ പ്രോപ്പർട്ടീസ് നമുക്ക് 4 ടാബാണ്. അതിൽ ഫസ്റ്റ് ടാബ് ഓൾറെഡി ഇവിടെ 3 ആ ബട്ടൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ റീജിയൻ എന്തൊക്കെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ലൊക്കേഷൻ എന്തൊക്കെ വരുന്നുണ്ട്, സിറ്റി എന്തൊക്കെ വരുന്നുണ്ട്. ഓൾറെഡി റീജിയന് കോണ്ടിനെന്റൽ ബേസ് ചെയ്തിട്ടുള്ള രീതിയിൽ ആണോ? ആണോ? മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു കോണ്ടിനെന്റ് ഉണ്ടോ? ഇല്ല. അപ്പോ ഇതില് എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഇതിൽ ഓൾറെഡി ഞാനിപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ലൊക്കേഷൻ എടുക്കാം. ഇപ്പൊ റഫ് ആയിട്ട് ഒരു ലൊക്കേഷൻ ഓരോരുത്തർ എടുത്തേ, പെട്ടെന്ന് പറഞ്ഞു പോയി.
ആ, ഒരാൾ ആഫ്രിക്ക. എടുത്തോളാം. മിഡിൽ ഈസ്റ്റ്, ഏഷ്യ ഒരു കൺട്രി. പെട്ടെന്ന്. ഓക്കെ, ഇഷ്ടമുള്ളത് ക്ലിക്ക് ചെയ്യാം. അതില് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ കൺട്രി സെലക്ട് ചെയ്യാം. തൽക്കാലം റഫ് ആയിട്ട് എടുക്കട്ടോ, നമ്മൾ ആ ചേഞ്ചസ് എന്താന്നുള്ളത് മനസ്സിലാവാന. സിറ്റി കൊടുക്കുക. സിറ്റി കൊടുക്കുക. റെഡിയാ? ഓക്കെ, അവിടെ കിട്ടെ. ഇനി നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് കുറച്ച് വാല്യൂസ് വരുന്നുണ്ട് അല്ലെ. ഡീഫോൾട്ട് ആയിട്ട് കുറച്ച് വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ ആ ഡീഫോൾട്ട് വാല്യൂസിൽ നമുക്ക് നോക്കാനുള്ളത് ഒന്ന് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് കാര്യങ്ങൾ കണ്ടില്ലേ, അത് ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ട് വരും. ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആ പ്ലേസ് എഴുതിയതിന് ശേഷം ഗൂഗിളിൽ ജസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ WMO എന്ന് പറഞ്ഞ സംഭവം നമ്മൾ നേരത്തെ ആക്സിഡന്റ് വീഡിയോയിൽ കണ്ട സാധനല്ലേ, അതിൽ മുകളിൽ ഒരു ടാബിന്റെ ഉള്ളിൽ കാണാം. അപ്പൊ അവിടെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് നമുക്ക് വറീഡ് ആവണ്ട, നമ്മൾ ജസ്റ്റ് അത് സെറ്റ് ചെയ്ത് പോവാണ്. അടുത്ത് എലിവേഷൻ. ഇവിടെ തന്നെ നമുക്കറിയാം ചിലത് സീ സൈഡിലുള്ള സിറ്റികൾ ഉണ്ടാവും. ഇപ്പൊ കോഴിക്കോട് സീ സൈഡിലാണ്. നേരെ മറിച്ച് മറ്റുള്ള സിറ്റികൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മുകളിലോട്ട് താഴോട്ടൊക്കെ വരുന്നുണ്ട് അല്ലെ. ഹിൽ സൈഡിലുള്ള സിറ്റീസ് ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ഡൗൺ സൈഡിലുള്ള സിറ്റീസ് ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് പല രീതിയിലും എലിവേഷൻ സെറ്റ് ചെയ്യാം. അടുത്തതാണ് ഇമ്പോർട്ടന്റ്, സമ്മർ ഡിസൈൻ ഡിഗ്രി അല്ലെ. ഓരോരുത്തർക്ക് കൊടുത്ത വാല്യൂ ഇപ്പോഴത്തെ ഡാറ്റ ശരിക്കും അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, ഡാറ്റ സോഴ്സ് 2001 ആശ്രയ ശരിയോ. ആശ്രയ 2021 ഓൾറെഡി നിങ്ങൾക്ക് ഈ ബുക്കില് ആശ്രയന്റെ ഹാൻഡ് ബുക്കിൽ ഓൾറെഡി ക്ലൈമറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാല്യൂ ആണ് നിങ്ങൾക്ക് എടുക്കാം. 2021 ആണ്. 2024 വരുന്നുണ്ട്, കൊറിയറിലാണുള്ളത്. അതിലും ഈ വാല്യൂസ് അപ്ഡേറ്റ് മനസ്സിലാവും. അപ്പൊ നമുക്ക് ജെനുവിൻ ആയിട്ട് ഒരു വാല്യൂ എടുക്കണമെങ്കിൽ എടുക്കാം. ആശ്രയ റെക്കമെൻഡേഷൻ ആണ്. പക്ഷേ നമ്മൾ ആരെ വാല്യൂസ് ആണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക? ആശ്രയം ഉണ്ട്, ഓൾറെഡി റെക്കമെൻഡ് ചെയ്ത വാല്യൂ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാം ആശ്രയ റെക്കമെൻഡേഷൻ അനുസരിച്ച് നമ്മൾ വാല്യൂ കൊടുക്കും. പക്ഷെ നമ്മൾ അവിടുത്തെ ലോക്കൽ അതോറിറ്റി കൂടി നോക്കും. അതുകൊണ്ടാണ് നമ്മൾ UAE കേസ് എടുക്കുന്ന സമയത്ത് ഓരോ സിറ്റിയിലും അവരെ ഡാറ്റ ഉണ്ടാവും. നമുക്ക് നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ 46.1 29 പറഞ്ഞത്, അത് ഓൾറെഡി കൺസൾട്ടന്റ് ഡോക്യുമെന്റ്സിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കത് റെഫർ ചെയ്യാൻ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ തൽക്കാലം ഈ വാല്യൂ ജസ്റ്റ് വെച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ഒക്കെ എഡിറ്റ് ചെയ്യാം. അപ്പൊ ഈ വാല്യൂകൾ എഡിറ്റ് ചെയ്യാനുള്ള പാർട്ടാണ് ഈ സമ്മർ ഡിസൈനും സമ്മർ കോയിൻസിഡ്. അതുപോലെ തന്നെ സമ്മർ ഡെയിലി റേഞ്ച് നമുക്ക് സെറ്റ് ചെയ്യാണ്ട്, അതുപോലെ തന്നെ വിന്റർ ഡിസൈൻ സെറ്റ് ചെയ്യാണ്ട്. അതില് ഈ 5 ഡാറ്റ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ നമുക്ക് തൽക്കാലം ഇങ്ങനെ ജസ്റ്റ് ഹാപ്പ് തന്നിട്ടുള്ള വാല്യൂ വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റില് അത് എഡിറ്റ് ചെയ്തിട്ട് എന്ത് ഡിഫറൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഡാറ്റ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ഷെയർ ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ തൽക്കാലം ഞാനത് റെഫർ ചെയ്ത് പോകാം. ഓക്കെ, എല്ലാം ഫാരൻഹീറ്റിലാണല്ലോ. ഒന്ന് ജസ്റ്റ് നോക്കിയേ, ആ വ്യൂവിൽ പോയിട്ട് പ്രിഫറൻസ് ഒന്ന് മാറ്റി നോക്കിയേ, എന്നിട്ട് രണ്ടാമത് വന്ന് നോക്കിയേ. വ്യൂവില് ഒന്ന് ജസ്റ്റ് മാറ്റുക, പ്രിഫറൻസ് മാറ്റുക, യൂണിറ്റ് മാറ്റുക. എന്നിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ. ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറി അല്ലെ. അപ്പൊ നമുക്ക് അവിടെ ഇപ്പൊ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ചേഞ്ച് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഏത് പിന്നെ ഏത് പാർട്ടിലാണോ നിങ്ങളെ കേഴ്സർ ഉള്ളത് അവിടെ F1 അടിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ,
ഇവരുണ്ടോ? അതായത് നിങ്ങളിപ്പോ ആ ഒരു പാർട്ടിൽ എൻട്രി ചെയ്യാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഡെഫിനേഷൻ അടുത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. ഹാൻഡ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ തീസിസ്. അപ്പൊ ഹാപ്പിനെ പറ്റി ആരെങ്കിലും ഹാൻഡ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട്സും കാര്യങ്ങളും ഇതിന്റെ ഉള്ളിൽ തന്നെ ഇഷ്ടപ്പെടും. അപ്പൊ അതിനെ നിങ്ങൾക്ക് വാല്യൂസ് എടുക്കാം, വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം. ഓക്കെ അല്ലേ? അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഇന്ന് നമ്മൾ ഈ ടാബിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ ഇന്ന് എന്താ വെച്ചാല് ഓരോ വാല്യൂ എൻട്രി ചെയ്യുന്ന പാർട്ടുണ്ടല്ലോ, അത് ജസ്റ്റ് F1 അടിച്ചു നോക്കുക. F1 അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിക്കുക. അതിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നത് കോപ്പി വേർഡിലോട്ട് പേസ്റ്റ് ചെയ്യും. മനസ്സിലാവും? അപ്പൊ നമുക്ക് ഇന്നത്തെ പണി അത് മാത്രമാണ്, വേറെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പോണില്ല. ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഇത് ക്ലാസ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ 10-16 മണിക്കൂർ ക്ലാസ് എടുത്താലും തീരുക. അധികം സാധനം. അതാണ് ഞാൻ 3 സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്തത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡില് നമുക്ക് ഈ ഇത്രയും പാർട്ട് ഞാൻ പറഞ്ഞു. അതിൽ വിന്ററും ഹീറ്റിംഗ് പാർട്ട് വരുമല്ലോ, ഹീറ്റ് പമ്പ് ഒക്കെ വരൂല്ലേ? ഹീറ്റ് പമ്പ് വരുമ്പോഴാണ് ഈ വിന്ററും അതുപോലെ തന്നെ വിന്റർ ഡിസൈനും വിന്റർ WP ഒക്കെ ഫില്ല് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ എയർ കണ്ടീഷൻ മാത്രം നോക്കുകയാണെങ്കിൽ ഈ 2 വാല്യൂസ് കൊടുത്താൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അത് കൊടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും. പക്ഷെ നിങ്ങൾ ഹീറ്റ് പമ്പ് കൂടി വരും. ഇപ്പോൾ നിങ്ങൾ UAE പോവുകയാണെങ്കിൽ തന്നെ റാസൽ കൈമയിലെ ചില സ്ഥലങ്ങളൊക്കെ ഫ്യൂവൽ ടെക്ട് വെച്ചിട്ടുള്ള പ്രൊജക്ട് ഉണ്ട്. ഫ്യൂവൽ ടെക്ട് എന്ന് പറഞ്ഞാൽ ഹോട്ട് എയർ പാസ് ചെയ്യുന്ന ടെക്റ്റും കോൾഡ് എയർ പാസ് ചെയ്യുന്ന ടെക്റ്റും, ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കും. അതല്ലെങ്കിൽ VAV ബോക്സ് കൊടുക്കും. അപ്പൊ ഒരേ AC മെഷീൻസിന്റെ ഉള്ളിൽ നിന്ന് ഹീറ്റിങ്ങും കൂളിങ്ങും നടക്കണം. അപ്പൊ ചില AHU എന്തുണ്ടാവും? ഹീറ്റിംഗ് കോയിൽ ഉണ്ടാവും. കൂടാതെ പ്രീ ഹീറ്റർ പോലുള്ള സാധനം ഉണ്ടാവും. പ്രീ ഹീറ്ററിന്റെ പോലെ സാധനം എന്ന് പറഞ്ഞാല് ഹ്യൂമിഡിറ്റി നമുക്ക് കൂട്ടി കൊടുക്കുന്ന സ്ഥലം അല്ലെങ്കിൽ കുറച്ച് കൊടുക്കുന്ന സ്ഥലം. അപ്പൊ അവിടെ ചില സമയത്ത് എയറിനെ നന്നായിട്ട് കൂൾ ചെയ്തിട്ട് ഹ്യൂമിഡിറ്റി മൊത്തം റിമൂവ് ചെയ്യും. അപ്പൊ നമ്മൾ പഠിക്കുന്ന എത്ര 30 to 60 അല്ലേ ഹ്യൂമിഡിറ്റി റേഞ്ച് പറഞ്ഞത്? ഞാനിപ്പോ ഒരു പ്രൊജക്റ്റ് 50% ആണ് ചെയ്തത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 50%. എനിക്ക് ഒരു റൂമിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാനുള്ളത് 20% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണെന്ന് വിചാരിക്കുക. അവിടെ 24 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്യാനുള്ളത് ആ റൂം. അതായത് നമുക്ക് ശരിക്കും വേണ്ടതെന്നാണ് 24-ൽ 50 ആണ് വേണ്ടത് അല്ലെ? നമ്മൾ നേരത്തെ ഇൻഡസ്ട്രിയൽ പ്രൊജക്ട് കുറെ കണ്ടില്ലേ? ആ പ്രൊജക്റ്റിൽ എനിക്കൊരു സ്ഥലത്ത് 50 മാറ്റിയിട്ട് 20 ആക്കണം. അങ്ങനെ ആക്കുമ്പോൾ എനിക്ക് സാധാരണ കാണുന്ന 12.7 ഡിഗ്രി നമ്മൾ അങ്ങനെ പഠിച്ചില്ല 13 അല്ലെ? അതിൽ 100% ആണ് ശരിക്കും എന്ത് ഇത് കോയിലിന് എനിക്ക് ഇത് ഞാൻ റഫ് വാല്യൂ വിട്ടാട്ടോ 13.1 ആണ്. ഈ വാല്യൂ കോയിലിൽ സെറ്റ് ചെയ്താലേ എനിക്ക് ഈ വാല്യൂ റൂമിൽ കിട്ടുള്ളൂ. അങ്ങനെയല്ല നമ്മൾ പഠിച്ച് കോയിൽ ടെമ്പറേച്ചറിനെ ഇതിൽ സെറ്റ് ചെയ്താൽ എനിക്ക് റൂമിൽ ഇത് കിട്ടുള്ളൂ. ഞാൻ കോയിൽ ടെമ്പറേച്ചറിനെ വീണ്ടും ഡൗൺ ചെയ്താൽ എന്ത് ചെയ്യുള്ളൂ? എനിക്ക് 20-ലോട്ട് എത്താൻ പറ്റുള്ളൂ. അതായത് ഈ 50% മോയ്സ്ചർ ഇപ്പൊ എയറിലില്ലേ, കൂടെ ഇത് തന്നെ എയറിലില്ലേ, അതിനെ വീണ്ടും എനിക്ക് മോയ്സ്ചർ ഡൗൺ ആക്കണം, പരമാവധി ഒഴിവാക്കണം. അപ്പൊ ഒഴിവാക്കുമ്പോൾ ഒരു 30% ഡിഫറൻസ് ഇവിടെ വരുന്നില്ലേ? അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഈ കോയിൽ ടെമ്പറേച്ചർ. അപ്പൊ സംഭവം മനസ്സിലായി എന്താ പറയുന്നത്? അതായത് ഓരോ ഡിസൈനിലും കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടെ ഹീറ്റിംഗ് കോയിലും അതുപോലെ തന്നെ കൂളിംഗ് കോയിലും ചിലപ്പോൾ അഡീഷണലും പ്രീ ഹീറ്റർ കിട്ടുന്നില്ലേ? പ്രീ ഹീറ്റർ എന്താ? ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന്റെ മുമ്പ് ഹീറ്റ് ആക്കുക. പ്രീ ഹീറ്ററോ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹീറ്റ് ആക്കുക. അപ്പൊ 2-3 സ്റ്റേജുകളുണ്ട്. അപ്പൊ അതിലൊക്കെ എനിക്ക് ഓരോ കോമ്പിനേഷനും മാറ്റി മാറ്റി ചെയ്യണമെങ്കിൽ എനിക്ക് ഈ ഡാറ്റാസ് കൃത്യമായിട്ട് അറിയാം. നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഓരോ പ്രൊജക്റ്റിലും തന്നെ കോംപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് ആ ഡിസൈനിന് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഓക്കെ, അപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കുക. റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ F1 അടിച്ചു നോക്കുക. എന്താ പറഞ്ഞത്? അവിടെ ഒരു AC എന്ന് പറഞ്ഞ ടേം കാണാം. കാണുന്നുണ്ടോ? അറ്റ്മോസ്ഫിയറിക് ക്ലിയർനെസ് നമ്പർ അല്ലെ? അപ്പൊ അവിടെ ചില റേഞ്ചുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ ആഷ്റെ ഹാൻഡ് ബുക്കിൽ HVAC അപ്ലിക്കേഷൻ ബുക്കിൽ 4 വോളിയം ഓൾറെഡി ആഷ്റെ ഹാൻഡ് ബുക്കിലുണ്ട്. അതിൽ HVAC അപ്ലിക്കേഷൻ ബുക്കിൽ ACN വാല്യൂസ് ടിപ്പിക്കലി റേഞ്ച് ഫ്രം 1.15 ഫോർ വെരി ക്ലിയർ കണ്ടീഷൻ. അതായത് നമ്മൾ സാധാരണ എയറിന്റെ പ്യൂരിറ്റി അല്ലെങ്കിൽ ആ ക്ലാരിറ്റി ഉണ്ടല്ലോ, കുറെ ഡിസ്റ്റൻസിലൊക്കെ നമുക്ക് കാണാം. നിങ്ങൾ ചില ഹിൽ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില ദിവസം ഫുള്ളായിട്ട് കാണാം, ലാസ്റ്റ് വരെ കാണാം. ചില ദിവസം പകുതി കാണുള്ളൂ. ഈ നമ്മള് സാധാരണ പെരുന്നാളിന് മാസം കാണുമല്ലോ, 2 എലമെന്റ്സ് വരാം.
ഒന്ന് ക്ലൗഡ്, രണ്ടാമത് ടെസ്റ്റ് അല്ലേ. അപ്പൊ അതുപോലെ നമുക്ക് ഈ ക്ലീനസും അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ടിപ്പിക്കൽ കണ്ടീഷനിൽ 1 ഇട്ട് ചെയ്യാം. ഫോർ വെരി AC കണ്ടീഷനിൽ 0.8. നിങ്ങൾ 1 ആണ് അവിടെ ഡീഫോൾട്ട് ആയിട്ട് വരിക. ആ 1 തന്നെ സെറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഇതിലെ ഡാറ്റാസ് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അടുത്ത വാല്യൂസ് ആണ്. അടുത്തെന്താ? ആവറേജ് ഗ്രൗണ്ട് റിഫ്ലക്റ്റൻസ്. ആവറേജ് ഗ്രൗണ്ട് റിഫ്ലക്റ്റൻസ്. അപ്പൊ അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി കോൺക്രീറ്റ്, ഓൾഡ് കോൺക്രീറ്റ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കാണാം. അപ്പൊ ഓരോ സമയത്തും ഈ വാല്യൂകൾ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോർമലി ഉള്ള പ്രൊജക്ട് ആണെങ്കിൽ അവിടെ കൊടുക്കുന്ന റിഫ്ലക്റ്റൻസ് എത്ര? 0.34. ന്യൂ കോൺക്രീറ്റ് അല്ലേ, അങ്ങനെ കൊടുക്കാം. ഇനി ഡയറക്റ്റ് എർത്തിൽ വരുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാം. അതുപോലെ ഇതിൽ ഓൾറെഡി ബിറ്റുമിൻ ഷീറ്റ്, ക്രഷ്ഡ് റോക്ക്, ബ്രൈറ്റ് ഗ്രീൻ ഗ്രാസ്, ഓൾഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ട് കുറെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ജസ്റ്റ് ഇപ്പൊ ഉള്ള വാല്യൂ എത്ര? 0.2. 0.2 എവിടെ വരുന്നത്? ക്രഷ്ഡ് റോക്ക് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അവിടെ ചെറിയ ചേഞ്ചസ് വേണമെങ്കിൽ ചെയ്യാം. അത് എഫക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ലാസ്റ്റിൽ സെറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് ഓരോന്നോരോന്ന് സെറ്റ് ചെയ്യാണ്ട്. ഡിസൈൻ ക്ലൈമറ്റ് കാൽക്കുലേഷൻ ഏത് മാസം മുതൽ ഏത് മാസം വരെ. ഇപ്പൊ ചില പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സിബിഷൻസ് ഇല്ലേ, ദുബായിലൊക്കെയുള്ള എക്സിബിഷൻ, ആ എക്സിബിഷൻ ഒരു പെർട്ടിക്കുലർ മന്തിലാണ് നടക്കുക അല്ലെ. അതുപോലെ തന്നെ നിങ്ങൾ നാട്ടിൽ ഇപ്പോ സ്കൂളിന്റെ വെക്കേഷൻസ് നോക്കുകയാണെങ്കിൽ അതും ഇതുപോലെ തന്നെ ചില പെർട്ടിക്കുലർ ടൈമിലാണ് നടക്കുക. അപ്പൊ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ടൈമിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? ജനുവരി മുതൽ ഡിസംബർ വരെ. അതിന്റെ അർത്ഥം എന്താ? ഫുൾ ഇയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോ ഒരു സ്കൂളിന്റെ പ്രൊജക്ട് എടുക്കാം. നാട്ടിലെ സ്കൂളിന്റെ പ്രൊജക്റ്റില് എത്രയാണ് ഡ്യൂറേഷൻ വരിക? ജൂൺ ടു മാർച്ച്. കാര്യം ഏപ്രിലും മെയ്യും വരില്ല. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താ? ആ ലീവിന്റെ പേരെന്താ സാധാരണ പറയാ? സമ്മർ വെക്കേഷൻ. അപ്പൊ ആപ്പില് എന്താണ് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പീക്ക് ലോഡിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആവറേജ് പീക്ക് ലോഡിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. സ്കൂളിൽ 2 മാസം സമ്മറിൽ സ്കൂൾ ക്ലാസ് ഇല്ല. അപ്പൊ ലോഡിൽ എന്ത് വേരിയേഷൻ വരും? നല്ല വേരിയേഷൻ. എന്താ കാര്യം? നമ്മളിപ്പോ നേരത്തെ ആ ക്ലാസിന്റെ കേസ് എടുത്ത സമയത്ത് May 21 ആണ് നമ്മൾ ക്ലാസിന്റെ BTU പെർ അവർ ട്രാൻസ്ഫർ ചെക്ക് ചെയ്തത്. അപ്പൊ സ്കൂളിന്റെ പ്രൊജക്ട് വരുമ്പോൾ തന്നെ ഇവിടെ ഡിഫറൻസ് വന്നു. മനസ്സിലായി? അപ്പൊ ഇതില് നോർമൽ പ്രൊജക്ട് ഒന്നും ചെയ്യണ്ട, അത് അതുപോലെ തന്നെ ഇരിക്കട്ടെ. കാര്യം ഫുൾ ഇയർ വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത് ടൈം സോൺ നമുക്ക് സെറ്റ് ചെയ്യാം. ഓൾറെഡി നമുക്ക് ക്ലോക്കിലൊക്കെ കിട്ടുന്ന സാധനമാണ് ഡേ ലൈറ്റ് സേവിങ്സ്. നമ്മൾ 2-3 സ്റ്റുഡൻസ് ഓസ്ട്രേലിയയിലും ജർമ്മനിയിലൊക്കെ പോയി. അപ്പൊ ഡേ ലൈറ്റ് സേവിങ്സ് എന്ന സാധനം എന്താ? ഓസ്ട്രേലിയ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഡേ ലൈറ്റ് സേവിങ്സ് ഉണ്ട്. ഇത് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. ഉണ്ടോ? ഡേ ലൈറ്റ് സേവിങ്സ് ഒന്ന് വായിച്ചേ. ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ വായിച്ചാൽ മതി. ആ, മനസ്സിലായത് പറഞ്ഞോ? ഏ പറയാം. കിട്ടിയാ? ഞാൻ അത് കിട്ടണില്ലെങ്കിൽ ഓസ്ട്രേലിയ അടിച്ചേ. ഓസ്ട്രേലിയ ഡേ ലൈറ്റ് സേവിങ്സ് അടിച്ചേ. ഒരു പർട്ടിക്കുലർ ടൈമില് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കോട്ട് തിരിച്ചേക്കും അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് തിരിച്ചേക്കും. എന്തുകൊണ്ടാ? നോർത്ത് പോള് സൗത്ത് പോൾ ഇല്ലേ? അപ്പൊ ആ ഏരിയയില് 24 hours മുഴുവനായിട്ട് ലൊക്കേഷൻ ഇങ്ങനെ കറങ്ങി വരുന്നില്ലേ?
അപ്പൊ അവിടെ ടൈമിന്റെ ചേഞ്ചസ്. അപ്പൊ അങ്ങനത്തെ ചില സ്ഥലങ്ങളുണ്ട്. നോർവേ എന്ന് ഒറ്റയ്ക്ക് നോർവേയിൽ ഉണ്ടോ ഇല്ലേ? ഉണ്ടോ? എത്രയാണ്? ആ, എത്ര മാറ്റി വെക്കണം? അതായത് ചില കൺട്രീസില് ചില ലൊക്കേഷനില് നമ്മൾ ടൈം 1 അവർ ചേഞ്ചസ് വരും അല്ലെ? അപ്പൊ ഓരോ ലൊക്കേഷൻ അനുസരിച്ച് വരിക. അത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ അതിന്റെ DST ബിഗിൻസ് DST എൻഡ്സ് എന്നിട്ട് കൊടുക്കാം. ഇത് GCC കൺട്രീസിൽ വലിയ പ്രശ്നമില്ല, നമുക്ക് അങ്ങനെ ഒരു സംഭവമേ വരുന്നത്. നേരെ മറിച്ച് മറ്റ് ഇങ്ങനെ അല്ലല്ല, ഡെയിലി അല്ല, അത് വൺസ് ആണ്. അത് ഒരു ടൈം പറയണില്ലേ, ആ ടൈമിൽ ബാക്കോട്ട് തിരിക്കും. ഒരു പർട്ടിക്കുലർ ടൈം ആയിട്ട് എല്ലായിടത്തും പറയണ്ടാവും ഇല്ലേ? ഏത് സമയത്താന്നുള്ളത് ആ സമയത്ത് ബാക്കോട്ട് തിരിച്ചു. അപ്പൊ ഇത് പിന്നെ ഓരോ കൺട്രിക്ക് ഡിപ്പെൻഡഡ് ആണ്. അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇതിൽ ഓപ്ഷൻ ഉണ്ട്, ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അധികം നമുക്ക് പിന്നെ വിന്ററിന്റെ കേസ് വരുന്ന സമയത്തൊക്കെ ഉണ്ടാവുക. ഇനി ജസ്റ്റ് ആ ഡിസൈൻ പാരാമീറ്ററിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടിയില്ലേ, സമ്മർ ഡിസൈൻ അല്ലെ? അതിപ്പോ എത്രയെന്ന് മനസ്സിലാക്കിയിട്ട് എത്ര എത്ര ആ ഇപ്പോ അതിന്റെ തൊട്ടടുത്ത ടാബ് എടുത്തിട്ട് ആ തൊട്ടടുത്ത ടാബില് അതേ വാല്യൂ എവിടെയും കാണുന്നുണ്ടോ നോക്കിയേ. എവിടെ, ഏത് മാസം, ഏത് മാസത്തിലാണ് കാണുന്നത്? ജൂൺ ജൂലൈയിൽ കാണുന്നുണ്ട് അല്ലെ? ബാക്കോട്ട് വന്നിട്ട് ആ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അതിനൊരു 10-20 കൂട്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. 10-20 കൂട്ടിയിടുക, ഏതെങ്കിലും ഒരു വാല്യൂ ജസ്റ്റ് റഫായിട്ട് ചെക്ക് ചെയ്യണം എന്താണ് സംഭവം എന്നുള്ളത് ഇല്ലേ. എന്നിട്ട് രണ്ടാമത്തെ ടാബിലോട്ട് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ആ മാക്സിമം വാല്യൂ മാറിയോ ഇല്ലേ? മാറി. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? അതായത് വെതർ പ്രോപ്പർട്ടീസില് ഡിസൈൻ പാരാമീറ്റേഴ്സില് നിങ്ങൾ ആ സമ്മർ ഡിസൈൻ DB എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടല്ലോ, അത് ഇപ്പൊ കൊടുക്കുന്ന വാല്യൂ ചെക്ക് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത ടാബിൽ ഒന്ന് ചെക്ക് ചെയ്യുക. തൊട്ടടുത്ത ടാബില് ജൂൺ ജൂലൈ ഓഗസ്റ്റ് അല്ലെങ്കിൽ മെയ് ആ മാസങ്ങളിലൊക്കെ അതിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ ആ വാല്യൂ സെയിം ഹയസ്റ്റ് വാല്യൂ കാണാം അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാമത് ആ വാല്യൂ നിന്ന് മാറ്റുക. കിട്ടിയോ? അപ്പോ അപ്പൊ ഡിസൈൻ ടെമ്പറേച്ചറിൽ കുറെ ചേഞ്ചസ് വരുന്നതാണ്. മനസ്സിലായോ? അതായത് നിങ്ങൾ ഏത് വാല്യൂ ആണോ ഫസ്റ്റ് കൊടുക്കുന്നത് അതിനനുസരിച്ച് ബാക്കിയുള്ള ഭാഗം റിഫ്ലക്ട് ചെയ്യും. ഇത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുള്ളവരാണെങ്കിൽ കരിയറിന്റെ ലോഡ് എസ്റ്റിമേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഈ ടെമ്പറേച്ചർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് 3 മാസത്തെ ആവറേജ് വാല്യൂ എടുത്തിട്ട് സെറ്റ് ചെയ്യുന്ന പരിപാടി. അതാണ് മാനുവൽ കാൽക്കുലേഷൻ. അത്ര ഡീപ്പായിട്ട് പോകണ്ട. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് വാല്യൂട് കൊടുത്താലും മൊത്തം ഡിസൈൻ കലണ്ടർ അല്ലെങ്കിൽ ഡിസൈൻ ടെമ്പറേച്ചറിൽ മാറ്റം വരും. മനസ്സിലായോ? അപ്പൊ അത് ക്ലിയർ ആക്കി വെക്കുക. രണ്ടാമത്തെ ഡിസൈൻ സോളാർ. നമ്മള് മുമ്പ് പഠിച്ചില്ലേ, ഒരു ഗ്ലാസ്സിലൂടെ വരുന്ന ഹീറ്റ് എത്രയാണെന്നുള്ളത്. അപ്പൊ അതിന്റെ ചാർട്ടാണ് മൂന്നാമത്തെ ടാബിൽ. അപ്പൊ നിങ്ങൾ അവിടെ നേരത്തെ കൊടുത്ത വാല്യൂവിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസൈൻ ടെമ്പറേച്ചറും ഡിസൈൻ സോളാറും തമ്മിലുള്ള വ്യത്യാസം. ഡിസൈൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ്. ഡിസൈൻ സോളാർ എന്ന് പറഞ്ഞാൽ BTU പെർ അവർ ഫീറ്റ് സ്ക്വയർ ആണ്. ഒരു ഫീറ്റ് സ്ക്വയറിൽ എത്ര ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. രണ്ട് സാധനം. ഒന്ന് പറയുന്നത് പ്യുവർ ടെമ്പറേച്ചർ ആണ്, ഒന്ന് പറയുന്നത് ഹീറ്റ് ആണ്. ഹീറ്റിൽ എന്തുണ്ടാവും? ലൈറ്റിന് ഉണ്ടാവാം, സെൻസിബിൾ ഉണ്ടാവാം. അപ്പൊ ഒന്ന് ഹീറ്റ് എനർജി എന്ന എനർജിയാണ്, മറ്റത് ടെമ്പറേച്ചർ. മനസ്സിലായോ? രണ്ട് കൺഫ്യൂഷൻ ആയി പോകരുത്. അതിലൊന്നും നമുക്ക് ചെയ്യാനില്ല, പക്ഷെ മനസ്സിലാക്കി വെക്കുക എത്രയാണ് ഡാറ്റ. അപ്പൊ ചില കൺസൾട്ടന്റ് ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഹീറ്റ് എത്ര കാണിക്കുന്നത് ചോദിക്കും. അപ്പോ
നമ്മൾ നേരത്തെ പഠിച്ചില്ലേ 152 BT/h എന്ന് പറഞ്ഞ സാധനമാണ് വെസ്റ്റ് സൈഡിൽ നിന്ന് വെസ്റ്റ് സൈഡിൽ നിന്ന് 4 മണിക്ക് വരിക. സെയിം സാധനമാണ് 8 മണിക്ക് പിന്നെ കിഴക്ക് ഭാഗത്ത് ഈസ്റ്റ് സൈഡിൽ നിന്ന് വരിക. അപ്പൊ നമുക്ക് ആ വാല്യൂസ് എടുക്കാം. ഒരാൾ പറയാണ് ഒരു സൈഡില് ഷെയ്ഡാണ്, കിഴക്ക് സൈഡിൽ ഷെയ്ഡാണ്. അപ്പൊ നിങ്ങളെ വീട്ടിലെ കിഴക്ക് സൈഡിലുള്ള ഗ്ലാസിന്റെ നേരെ മുന്നിൽ ഒരു ബിൽഡിംഗ് ആണ്. അവിടേക്ക് ഒരിക്കലും രാവിലെ സൺലൈറ്റ് വരുന്നില്ല. വരുമോ? ഇല്ല. നിങ്ങൾ വെറുതെ ആ കാൽക്കുലേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഡ്രോയിങ്ങിൽ കാണുമ്പോൾ ഡ്രോയിങ്ങിൽ ഇതുപോലെ ഒരു ഷേപ്പ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ UAE-യിലൊക്കെ പോണ സമയത്ത് അല്ലെങ്കിൽ നാട്ടിൽ തന്നെ കൊച്ചിയിലൊക്കെ പോണ സമയത്ത് അടുത്തടുത്ത് ബിൽഡിംഗ് ഉണ്ടാവും. അടുത്തടുത്ത് ബിൽഡിംഗ് ഉണ്ടാവുമ്പോ ഇപ്പോ ഈ സൈഡ് നോർത്ത്, ഈ സൈഡ് സൗത്ത്, ഇതിന്റെ തൊട്ടപ്പുറത്ത് ബിൽഡിംഗ് ഉണ്ട്. നിങ്ങൾ ആ വാള് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ വാള് ഇരിക്കുന്നത് ഈസ്റ്റ് സൈഡിലാണ്. ആ വാളിലോട്ട് ഒരിക്കലും സൺലൈറ്റ് അടിക്കുന്നില്ല. അടിക്കണ്ടോ? പിന്നെ എന്തിനാണ് കാൽക്കുലേഷൻ അവിടെ ഒരു വാല്യൂ കൊടുക്കുന്നത്? അപ്പൊ അവിടെ എന്താണ്? ഷെയ്ഡ്സ് അല്ലേ. അപ്പൊ ചില പ്രൊജക്ടിന്റെ നിയർ ബൈ പ്രൊജക്ട് കൺസ്ട്രക്ഷൻ എന്താണെന്ന് നോക്കും. ഒരു പ്രൊജക്ട് ഓപ്പൺ ആയിട്ട് നിൽക്കുകയാണ്, 4 സൈഡും എക്സ്പോസ്ഡ് ആണ്. അപ്പൊ ഹീറ്റ് ഉള്ളിലോട്ട് കയറും ഫുള്ളായിട്ട്. അപ്പൊ ചില സ്ഥലത്ത് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അവിടെ ഷെയ്ഡ്സ് ഉണ്ടോ, അതുപോലെ തന്നെ ഷാഡോസ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ കവർ ചെയ്യുന്നുണ്ടോ. അപ്പൊ അത് ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. വേറെ ഒരു പ്രൊജക്റ്റിലും ഇത് ഇമ്പോർട്ടന്റ് അല്ല, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സിവിലിന്റെ ഡ്രോയിങ്സ് എടുത്തു കഴിഞ്ഞാൽ സെറ്റിംഗ് ലേഔട്ട് ഇല്ലേ, സെറ്റിംഗ് ലേഔട്ടിന്റെ തൊട്ടടുത്ത് എന്താണെന്നുള്ളത് വെച്ചത് HVAC-യിലെ ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് പാർട്ടാണ്. എക്സ്പീരിയൻസ് ഒരാൾ ഇതവിടെ ചെയ്യും, ആ സൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടെന്നേജ് കുറവ് വേണം. എക്സ്പീരിയൻസ് അല്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഡ്രോയിങ്സ് ഇതൊന്നും എടുക്കുന്ന സമയത്ത് മൊത്തം ഫെയിലർ ആവും. എക്സസ് എനർജി കൊടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഡ്രെയിനേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സൈറ്റ് വിസിറ്റ് നടത്തണം എന്ന് പറയും. ഡ്രെയിനേജ് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴാണ് എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട്. അപ്പൊ അവിടെ സൈറ്റ് വിസിറ്റ് നടത്തി ഒരു പ്രാവശ്യം പോയി കണ്ട് നിയർ ബൈ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇത് നമുക്ക് എപ്പോഴും ആവശ്യം വരും. മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് ഒരു ഹീറ്റ് ലോഡ് കാൽക്കുലേഷന്റെ സമ്മറി കൊടുക്കാണ്. ആ സമ്മറി കൊടുക്കുന്ന സമയത്ത് അവർ ചോദിക്കും ഇത് ലോഡ് കൂടുതലാണ്, നമുക്ക് ആ ലോഡ് കുറക്കാം. ഓൾറെഡി ആ ബിൽഡിങ്ങിന്റെ ഒരു സൈഡ് ചിലപ്പോൾ കംപ്ലീറ്റ് ഷാഡോ ആയിരിക്കും, അല്ലെങ്കിൽ ഷെയ്ഡ് ആയിരിക്കും. അപ്പൊ അത് കുറക്കാം. അത് കുറക്കാൻ വേറെ എക്യുപ്മെന്റ്സ് സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി അത് അവൈലബിൾ. അത് ശരിക്കും തന്നെ പ്രാക്ടിക്കൽ സൈഡാണ്. CFD കണ്ടില്ലേ? ആൻസി CFD-യിൽ ഇതുപോലത്തെ കുറെ സിമുലേഷൻസ് ഉണ്ട്. ഈവൻ ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ സെറ്റ് ചെയ്ത് നൽകാം. അതൊക്കെ കൺസൾട്ടന്റ് റിസർച്ച് സൈഡാട്ടോ. ഇപ്പൊ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ഡീപ്പായിട്ട് പോകുന്ന സൈഡിലാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഒരു സൈറ്റ് വിസിറ്റ് നിങ്ങൾ ഒരു പ്രോജക്ട് തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കാണാം. ചിലപ്പോൾ കമ്പനിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ടൈമില്ല, അവിടെ പോയി വരാൻ തന്നെ 3 മണിക്കൂറാണ്. അങ്ങനെ ചിലപ്പോൾ ആ ഏരിയക്ക് എപ്പോഴെങ്കിലും പോയി കറങ്ങുന്ന സമയത്ത് വെറുതെ ഒരു ഹോളിഡേയിൽ ഒന്ന് കണ്ടിട്ട് അവിടെ അടുത്തുള്ള മാളിലൊക്കെ കയറി പോരുമ്പോൾ ഈ ഡാറ്റ നിങ്ങൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രൊജക്ടിനെ ഏത് ലെവലിൽ കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. മനസ്സിലായോ? സൈറ്റ് വിസിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതാണ് ഈ പറഞ്ഞ വാല്യൂസിൽ വ്യത്യാസം വരിക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇവിടെ ഉള്ള വാല്യൂസിനെ ചെറുതായിട്ടൊന്ന് കാൽക്കുലേറ്റ് വേറെ. അപ്പൊ ഒരു പ്രൊജക്റ്റിൽ 10 ടണ്ണേജ് വന്നു ഒരു റൂമിൽ, പക്ഷെ നമുക്ക് ആ റൂമിൽ തന്നെ ചിലപ്പോൾ 8.5 ടണ്ണ് 8 ടണ്ണേജിൽ ബാലൻസ് ചെയ്യാൻ പറ്റും. അത് ഇങ്ങനെയുള്ള ചില ഹിഡൻ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് എന്ന് വരുന്ന ആൾ ബുക്കിലൊന്നും കാണില്ല. അപ്പൊ സൈറ്റ് വിസിറ്റ് ഇങ്ങനത്തെ സൈറ്റിലൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തത് സിമുലേഷൻ. സിമുലേഷന്റെ പ്രത്യേകത എന്താണ്? സിമുലേഷനിൽ നമുക്ക് ഓൾറെഡി വെതർ കൊടുക്കുന്നുണ്ട്. ആ വെതറിന്റെ ഡാറ്റ നിങ്ങൾക്ക് സിമുലേഷൻ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ 2 ബട്ടൺസ് അവിടെ കാണാം, സെലക്ട് ഫ്രം ഹാപ്പ്. അപ്പൊ അതിൽ കുറെ സിറ്റീസ് ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ട് നിങ്ങളെ വെതറിൽ കാണാം. E20-2 എന്ന് പറയുന്ന ഒരു ഫോൾഡറിൽ, അതായത് C ഡ്രൈവിൽ ഒരു ഫോൾഡറിൽ വെതർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ വേറെ വരും. അതിലാണ് ഈ സാധനങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഈ ഡാറ്റ അവൈലബിൾ ആണ് വിചാരിച്ചോ. ഈ വെതർ ഫയലിന്റെ ഫോർമാറ്റ് എന്താണ്? ലാസ്റ്റ് താഴെ നോക്കുക, HW1 അല്ലെ. അപ്പൊ ഈ ഡാറ്റ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പൊ ഇതില് ഓൾറെഡി സിറ്റി നിങ്ങളിപ്പോ സെർച്ച് ചെയ്ത് ഏതെങ്കിലും സിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഫയൽ നെയിം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. UAE-യിലുള്ള സിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ UAE എന്ന് അടിക്കുമ്പോൾ അബുദാബിയും കാണുന്നുണ്ട്, ദുബായും കാണുന്നുണ്ട്. ആഷ്റേന്റെ IWEC.HW1 എന്ന് പറയുന്ന ഒരു ഫയൽ അല്ലേ. അപ്പൊ ഓരോ സിറ്റിന്റെ അതുപോലെ കിട്ടും.
മനസ്സിലായി? നിങ്ങൾ നേരത്തെ അടിച്ച സിറ്റി ഏതാണോ അതിന്റെ കറസ്പോണ്ടിങ് സിറ്റി ഡാറ്റ ഇവിടുന്ന് കിട്ടും. അപ്പൊ ഇതിനെ നമുക്ക് സിമുലേഷൻ ആണ്. ഇനി ഇമ്പോർട്ട് വെതർ ഫയൽ, നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും വെതർ ഫയൽസ് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ അതിന്റെ എക്സ്റ്റൻഷൻ ഫയൽ വരുന്നത് EPW. അടുത്തത് ജനുവരി 1 ഏത് ദിവസമാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ കലണ്ടർ കിട്ടും. ചിലപ്പം ഇതിൽ മാറ്റം വരും, കാര്യം ലീപ്പ് ഇയർ വരുന്ന സമയം. ഈ കൊല്ലത്തെ പിന്നെ 1 ജനുവരി ഡേ ഏതായിരുന്നു പറയാൻ പറ്റുമോ? ഫസ്റ്റ് ആ സിസ്റ്റത്തിന്റെ റൈറ്റ് സൈഡിൽ ക്ലോക്കിൽ നോക്കണോ? എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും? മൺഡേ. മൺഡേ അടിച്ചോ? മൺഡേ അടിക്കുന്ന സമയത്ത് കിട്ടി വന്നോ? നീ എവിടെ ചെക്ക് ചെയ്യാ? തൊട്ട് താഴെ ജനുവരി എന്ന് കൊടുത്തിട്ട് കാണുന്നില്ലേ? അപ്പൊ മൺഡേ അവിടെ വന്നിട്ടുണ്ടോ? 1-ാം തീയതി വന്നോ? നെക്സ്റ്റ് അടിച്ചു പോവാ. ഇന്ന് എത്ര ഡേറ്റ്? 22 ഏതാ? ജൂലൈ അല്ലേ? ഏതാ ദിവസം നോക്കിയേ? എത്ര ശരിക്കും അവിടെ കാണിക്കുന്നത്? ഇത് 23rd ആണ് കാണിക്കുന്നത് അല്ലെ? മൺഡേ ആണ് കാണിക്കുന്നത്. പക്ഷെ 22 സൺഡേ ആണ് കാണിക്കുന്നത്. എന്താ പ്രശ്നം? ഒരു ലീപ് ഇയർ പ്രശ്നം വന്നിട്ട് ഈ ഇയറിലേക്ക്. അപ്പൊ ആ ചേഞ്ച് അവിടെ കാണിക്കും. മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടി പറയാം. നമുക്കൊരു സ്കൂളിന്റെ പ്രൊജക്ട് എടുക്കുകയാണ്. സ്കൂളിലെ പ്രൊജക്ട് ആണെങ്കിൽ നമ്മൾ ഹോളിഡേ ലിസ്റ്റ് അതിൽ എൻ്റർ ചെയ്യാൻ പോവാം. ഓൾറെഡി നമ്മൾ മറ്റേ സ്ഥലത്ത് ചെയ്തിട്ടുണ്ടാവും. ഇനി ചില പ്രൊജക്റ്റിൽ നമുക്ക് ഈ ഹോളിഡേ ലിസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ ഏപ്രിൽ മെയ് ഫുള്ളായിട്ട് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം. പക്ഷെ ഓൾറെഡി അവിടെ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ പല പ്രൊജക്റ്റുകളും ചില ദിവസം നമുക്ക് എന്ത് വരുന്നുണ്ട്, ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നല്ല രസമല്ലേ? പസിൽസ് കളിക്കുന്ന മതി അല്ലേ? അപ്പൊ ആ ലിസ്റ്റിൽ ഇങ്ങനെ വരുന്നുണ്ടല്ലേ? അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഫുൾ ഹോളിഡേ, ഒരു അന്വൽ അല്ലെങ്കിൽ ഇയർ കലണ്ടർ എടുത്തിട്ട് നമുക്ക് അതിൽ കംപ്ലീറ്റ് ഹോളിഡേസ് അടിച്ചു വെക്കാം. കുറെ ഗുണങ്ങളുണ്ട്. പക്ഷെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സമയത്ത് ചില സ്ഥലത്തൊക്കെ ചില വാല്യൂസ് കിട്ടുന്നത് ആ ഡേ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇതിന്റെ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് ഓഫ് ഹോളിഡേസ് ഞാൻ F1 ക്ലിക്ക് ചെയ്തു. F1 ക്ലിക്ക് ചെയ്തപ്പോ the holiday list defines with when holidays occur in a operating calendar for an energy simulation. This is second input determines the operating calendar for the simulation. Holidays are selected or deselected using the calendar image on the right of the tab. A list of all holidays currently selected is shown on the left to select holidays. Use the previous and next button beneath the calendar to scroll to decide month. അപ്പോൾ ഓരോന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ വരുന്ന എഫക്റ്റുകൾ എന്തൊക്കെ, ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻ അതിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ദ ഹോളിഡേ ഫീച്ചർ ഓഫ് പ്രോഗ്രാം ക്യാൻ ബി യൂസ്ഡ് ബോത്ത് ഇൻ ദ കൺവെൻഷണൽ ഹോളിഡേസ് and for any situation where the heat gains or operation is independent of day of the week. This can be include shutdown period for manufacturing facilities and schools. അപ്പൊ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഷട്ട് ഡൗൺ ടൈം ഉണ്ടാവും. ആ ഷട്ട് ഡൗൺ ടൈമിൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? മനസ്സിലായോ? അപ്പൊ അതിനാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. വേറൊരു ടേം അവിടെ കൊടുത്തിട്ടുണ്ട്, ഫോർ സ്കൂൾസ് പ്രത്യേകം പറഞ്ഞു. സ്കൂളോ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസോ അതുപോലുള്ള ചില ഏരിയയിലൊക്കെ ഇത് നിർബന്ധമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? നമ്മളിപ്പോ മുമ്പ് പറഞ്ഞ പോലെ മാരിടൈം പ്രൊജക്ട്, മറൈൻ പ്രൊജക്ട്, ലോജിസ്റ്റിക് പ്രൊജക്ട്, ഇങ്ങനത്തെ പ്രൊജക്റ്റിലൊക്കെ ചിലപ്പം ഈ ഡ്യൂറേഷൻ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ചില സമയത്ത് മൺസൂൺ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചേഞ്ചസ് ഉണ്ടാവും. ചില സമയത്ത് സമ്മർ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. അപ്പോ ഇവിടെ നമുക്ക് ഹോളിഡേ സെറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? ഇനി വെതർ കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഇത് ക്ലിയർ അല്ല. അപ്പൊ ഈ 4 ടാബ്, അപ്പൊ എല്ലാവരും ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട്
ഓരോ ലൊക്കേഷൻ ബേസ് ചെയ്ത് ക്ലിയർ ചെയ്യുക. ഇന്ന് ഡാറ്റിനെ പറ്റി കൺസേൺ ആണ്ട, എന്താണെന്ന് പഠിപ്പിച്ചത് മാത്രം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ചെയ്യുക. ഈ ഇൻഫോർമേഷൻ വെച്ചിട്ട് ഒരു പ്രൊജക്ട് ചെയ്യുക. മനസ്സിലായോ? ഏതെങ്കിലും ഒരു പ്രൊജക്ട്, ഒരു ഓഡിറ്റോറിയം എടുക്കണേ ഓഡിറ്റോറിയം എടുക്കാം, ഒരു ഹാൾ എടുക്കണേ ഹാൾ എടുക്കാം, ഒരു ഓഫീസ് എടുക്കാം. എന്നിട്ട് അതിന്റെ ഏരിയ ആദ്യം നോക്കുക, അത് ഏത് സിറ്റിയിലാണ് നോക്കുക, കംപ്ലീറ്റ് ഡാറ്റ നിങ്ങളെ ഇമാജിനേഷൻ ചെയ്യുക. എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എല്ലാവരും ഒരു 5 മണിക്ക് മുമ്പ് ഔട്ട്പുട്ട് നമ്മളെ വാട്സപ്പിൽ ഷെയർ ചെയ്യും. എന്നിട്ട് നമ്മൾ നോക്കാൻ പോണത് ഇതേ പ്രൊജക്ട് കുറച്ച് വലിയ പ്രൊജക്ട് എടുക്കും. ഞാനിപ്പോ 100 മീറ്റർ മുതൽ 50 മീറ്റർ അല്ലെങ്കിൽ 200x100 ഒരു ഓഡിറ്റോറിയം, അതിനെ ജസ്റ്റ് ഇമാജിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഷോറൂം. അപ്പൊ ഒരു റഫ് പ്രൊജക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ഡാറ്റ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ, ഇന്ന് കിട്ടിയ റിപ്പോർട്ട് ഉണ്ടല്ലോ, ഈ റിപ്പോർട്ടിൽ നമ്മൾ നാളെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻ അപ്ലൈ ചെയ്യാൻ പോകും, സ്പെസിഫിക് ആയിട്ടുള്ള ഇങ്ങനത്തെ ഡാറ്റ അപ്ലൈ ചെയ്യാൻ പോകും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് എവിടെ വരെ എത്തുന്നത് മനസ്സിലാവും, എവിടെയാണ് ചേഞ്ച് ചെയ്യുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില ഓപ്ഷൻസ്, എനർജി സിമുലേഷൻ ഓപ്ഷൻസ് ഇല്ലേ, അത് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ടാമത്തെ ടാബിലോട്ട് പോവാം. രണ്ടാമത്തെ ടാബാണ് സ്പേസ്. സ്പേസിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 7 ടാബ് ഉണ്ട്. ആ 7 ടാബില് ഫസ്റ്റ് ടാബ്, 7 ടാബില് ഫസ്റ്റ് ടാബ് ജനറൽ അല്ലെ. അപ്പൊ ജനറലില് നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് മിക്കവാറും ഈ സോഫ്റ്റ്വെയർ എടുക്കുന്ന നോട്ട് മര്യാദ എഴുതുക. കുറെ കാലം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവും. അപ്പൊ നോട്ടിൽ ഈ നമ്പറുകൾ ഇട്ട് വെച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ജനറലിൽ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട്? ജനറലിൽ നമുക്ക് സ്പേസ് ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ സ്പേസിൽ ഓൾറെഡി ഫ്ലോർ ഏരിയ, നമുക്ക് ഒരു ഫ്ലോർ ഏരിയ കിട്ടണമെങ്കിൽ ആർക്കിടെക്ചർ ഡ്രോയിങ് എടുക്കുക, ആർക്കിടെക്ചർ ഡ്രോയിങ്ങിൽ ഫ്ലോർ ഏരിയ എടുക്കുക അല്ലെ. അപ്പൊ ഫ്ലോർ ഏരിയ എടുക്കുക. ഫ്ലോർ ഏരിയ ഫീറ്റ് സ്ക്വയറിലുണ്ടാവും, മീറ്റർ സ്ക്വയറിലുണ്ടാവും. അപ്പൊ നിങ്ങൾ ഓട്ടോകാഡിൽ നിങ്ങൾക്ക് ഫ്ലോർ ഏരിയ എടുക്കാറില്ല. ഏരിയ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ പോയിന്റ് ഇങ്ങനെ കൊണ്ടുവന്ന് ചെയ്യാനുള്ളത് ഏത് ഷേപ്പിനും ചെയ്യാം. ഇറഗുലർ ഷേപ്പ് ആണെന്ന് വിചാരിക്കുക, നമുക്ക് ഒരിക്കലും മെഷർ ചെയ്ത് കിട്ടാൻ പ്രയാസം. അപ്പൊ ഓട്ടോകാഡ് തന്നെ യൂസ് ചെയ്യും. ഇറഗുലർ ഷേപ്പ്, ഇപ്പൊ ഒരു സൈഡിൽ ഒരു കോണിക്കൽ സ്പേസ് വന്നിട്ടുണ്ട്, ഒരു സൈഡിൽ ഒരു ഹാഫ് സർക്കിൾ സ്പേസ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അത് നമുക്ക് സോൺ ആക്കി ഫേസ് ആക്കി മാറ്റുന്ന കുറച്ച് സംഭവം ഉണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ആവറേജ് സീലിംഗ് ആയിട്ട് ഓട്ടോമാറ്റിക്കായി ഞാൻ ഇന്നലെ പറഞ്ഞു 9 feet ആണ് ആവറേജ് എപ്പം വരിക. പക്ഷെ നിങ്ങൾ ഓഡിറ്റോറിയം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇതിന്റെ ഹൈറ്റ് അറിയില്ല വിചാരിച്ചു, ഒരു പ്ലാന് മാത്രമേ കയ്യിൽ കിട്ടുള്ളൂ. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ ഓരോ ലൊക്കേഷനിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് പ്രിഫർ ചെയ്തിട്ടുണ്ടാവും. കാര്യം എന്താ വെച്ചാല് ഈ ഡ്രോയിങ്സ് നമുക്ക് ഫസ്റ്റ് കിട്ടുമ്പോൾ ആർക്കിടെക്ചർ കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് ആയിക്കോളുന്നില്ല. അവർ ജസ്റ്റ് അതിന്റെ എനർജി എത്ര വരും, അല്ലെങ്കിൽ കറണ്ട് ബിൽ എത്ര വരും, ഏകദേശം ഒരു രൂപം കിട്ടാനുള്ള ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യുന്ന പരിപാടിയുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് ഹൈറ്റും ഡീറ്റെയിൽസും ഇൻഡീറ്റെയിലും ഒന്നും കിട്ടില്ല. അപ്പൊ നമുക്ക് പറയാം ഇത്ര ഹൈറ്റ് വെച്ചിട്ടുള്ള പ്രൊജക്റ്റാണ് ഇത്ര ലോഡ് വരും. അപ്പൊ ആപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യാം, കൺട്രോൾ വെക്കണം യാതൊരു നിർബന്ധമില്ല. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളവര് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ഹൈറ്റ് ഒക്കെ പിന്നെ ഓഡിറ്റോറിയം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 32 feet അങ്ങനെ ഒരു റെക്കമെൻഡ് ചെയ്ത വാല്യൂ. ജസ്റ്റ് ഒരു റഫ് കാൽക്കുലേഷൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഡ്രോയിങ്സിൽ ഒരിക്കലും ചെയ്യരുത്. ഡീറ്റെയിൽ ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ എക്സാക്ട് വാല്യൂസ് ഉണ്ടാവും, അതിന്റെ സെക്ഷൻ ഡ്രോയിങ്സ് ഉണ്ടാവും, അതിന് എക്സാക്ട് വാല്യൂ. പിന്നെ അതുപോലെ ബിൽഡിംഗ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗണ്ടോ അതിന് എത്ര മീറ്റർ സ്ക്വയർ ആണ്, kg per മീറ്റർ സ്ക്വയർ. ഇവിടെ പൗണ്ട് പെർ ഫീറ്റ് സ്ക്വയർ. അതായത് ഒരു ഫീറ്റ് സ്ക്വയർ ഞാൻ ആ ബിൽഡിംഗിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്താൽ അതിന് എത്ര വെയിറ്റ് ഉണ്ടാവും എന്ന് പറയും. മനസ്സിലായി? അപ്പൊ വോളിന്റെ കേസിലാണെങ്കിൽ ഈ വോളിന്റെ വെയിറ്റ് എത്ര? ഒരു ഫീറ്റ് സ്ക്വയർ കട്ട് ചെയ്യുക, തുലാസിൽ നോക്കി വെക്കുക അല്ലെ. അതിന്റെ ഒരു അപ്പോ ഒരു ഫീറ്റ് സ്ക്വയർ നമുക്ക് എടുക്കുക. ആ ഒരു ഫീറ്റ് സ്ക്വയർ എത്ര വെയിറ്റ് വരുന്നത്? ഇത് നമുക്ക് ലൈറ്റ്, മീഡിയം, ഹെവി എന്നത് 3 ഓപ്ഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ ബ്രിക്ക് കൊണ്ട് ഉണ്ടാക്കിയത്, അതുപോലെ കുറച്ച് ഹെവി ബ്രിക്ക് കൊണ്ട് ഉണ്ടാക്കിയത്, കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയത്, അതൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അങ്ങോട്ട് കൊണ്ട് മൂവ് ചെയ്യുന്ന സമയത്ത് 70 ആണ് ഇപ്പൊ മിഡിലുണ്ട്. അപ്പൊ ബാക്കോട്ട് പോകുമ്പോൾ എത്ര വരും? ബാക്കോട്ട് പോകുമ്പോൾ 30, മുന്നിലോട്ട് പോകുമ്പോൾ 130. 70 വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് പോകാം. റെഡിയല്ലേ? ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കത് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ഹെൽപ്പ് ഫയൽ ഉണ്ട്.
ഹെൽപ്പ് വാല്യൂ എടുക്കുമ്പോൾ ഓൾറെഡി അതിൽ പല ഡാറ്റാസും കൊടുത്തിട്ടുണ്ട്. ആ ഡാറ്റാസിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ സ്ലൈഡർ റൈറ്റ് സ്പെസിഫൈ എന്ന് പറഞ്ഞു കൊടുക്കുക. മീഡിയം അതിന്റെ റേഞ്ച് ഇവിടെ കാണിച്ചാണ് ഉണ്ടാവും. അപ്പൊ അതില് LB പെർ സ്ക്വയർ ഫീറ്റ്, kg പെർ സ്ക്വയർ മീറ്റർ അങ്ങനെയുള്ള റേഞ്ച് കാണിച്ചിട്ടുണ്ട്. ആ റേഞ്ചിൽ ചെയ്യാം. പക്ഷേ നമുക്കിത് കറക്റ്റ് ആയിട്ട് കിട്ടാനുള്ള ഒരു സ്ഥലമുണ്ട്, സിവിലിന്റെ ഡ്രോയിങ്സ്. ഇതിലുള്ളത് വാല്യൂ എടുക്കണമെന്നില്ല, ഞാൻ ആ ഡെഫിനിഷൻ കാണിച്ചതാണ്. ഇത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓരോ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് ഓരോ കൺസ്ട്രക്ഷൻ വെയിറ്റ് വരുന്നത്. അത് ശരിക്കും സിവിലിന്റെ പിന്നെ സ്ട്രക്ചർ ഡ്രോയിങ്ങിൽ അല്ലെങ്കിൽ അതിന്റെ ബ്രിക്കിന്റെ ഡ്രോയിങ്സിൽ വരും. ബ്രിക്കിന്റെ ഡ്രോയിങ്സിൽ വെയിറ്റും കാര്യങ്ങളും സ്ലാബിന്റെ ഡ്രോയിങ്സിൽ വരും. അപ്പൊ ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ വരെ സിവിലിന്റെ ഡ്രോയിങ്സിൽ ഒരു ഷീറ്റ് തന്നെ അതിൽ ഡാറ്റ. അപ്പൊ അതിനെപ്പറ്റി വറീഡ് ആണ്ട, നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് ഉണ്ട്. ഇനി അടുത്തത് അതിൽ വെന്റിലേഷൻ സൈഡാണ്. വെന്റിലേഷൻ സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ടേബിളിന്റെ നേരെ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ആശ്രയ നമ്പർ ഇല്ലേ, നമ്പർ 62.1. അപ്പൊ 62.1ന്റെ ഡാറ്റ എടുക്കുന്നത്. അപ്പൊ പക്ഷെ അവിടെ വേർഷൻ ഏതാണ്, 2010 ആണ് അല്ലെ. അപ്പൊ അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. യൂസർ ഡിഫൈൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനുവലായിട്ട് എൻ്റർ ചെയ്യാം. ചില വാല്യൂസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 10 CFM per person കൊടുക്കുന്നത് 5 CFM per person കൊടുക്കുന്ന സ്ഥലങ്ങൾ. അപ്പൊ അത് നിങ്ങൾ ചാർട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ താഴെ കട്ട് ചെയ്തിട്ട് എഴുതാം 2022 വേർഷൻ. മനസ്സിലാവും അതിന്റെ റിപ്പോർട്ട് എടുക്കുന്ന സ്ഥലം. അപ്പൊ അത് ആശ്രയം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് 4 ഓപ്ഷൻ ഓൾറെഡി എയർ വെന്റിലേഷൻ എടുക്കാനുണ്ട്. ഒന്ന് നമുക്ക് എക്സോസ്റ്റ് റേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള CFM. രണ്ടാമത് നമുക്ക് ഒരു ഫീറ്റ് സ്ക്വയറിൽ എത്ര CFM വേണമെന്നുള്ള കാൽക്കുലേഷൻ, അത് ഓൾറെഡി നമുക്ക് ആശ്രയ സിസ്റ്റത്തിലുണ്ട്. അടുത്തത് CFM പെർ പേഴ്സൺ, ഒരാൾക്ക് എത്ര CFM ആണ്. ലാസ്റ്റത്തത് പെർസെന്റേജ് ഓഫ് സപ്ലയർ. ഒരു എക്സാമ്പിൾ പറയാം, എനിക്ക് ഈ റൂമിൽ 10% ഫ്രഷ് എയർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി CFM 400 CFM ഉണ്ട് വിചാരിക്കാം, സപ്ലയറിന്റെ CFM. അപ്പൊ 10% എത്രയായി, 40. അപ്പൊ ആ 40 ഫ്രഷ് എയർ ഇവിടെ സപ്ലൈ ആണ്. അപ്പൊ 4 ഓപ്ഷൻ. ഫസ്റ്റ് ഡയറക്റ്റ് CFM കാൽക്കുലേഷൻ, ACH മെത്തേഡ് ഒക്കെ വഴി ഉള്ള കാൽക്കുലേഷൻ. രണ്ടാമത്തത് ഒരു ഫീറ്റ് സ്ക്വയറിന് എത്ര ഫ്രഷ് എയർ വേണമെന്നുള്ള കാൽക്കുലേഷൻ. മൂന്നാമത്തത് ഒരാൾക്ക് എത്ര ഫ്രഷ് എയർ വേണമെന്നുള്ള കാൽക്കുലേഷൻ. നാലാമത്തത് സപ്ലൈ എയർ, AC സപ്ലൈ എയർ ഉണ്ടല്ലോ, അതിന്റെ എത്ര പെർസെന്റേജ് ആണ്. അത് സാധാരണ 10%, 50% ഒക്കെ പറയും. അപ്പൊ നമുക്ക് റഫ് ആയിട്ടുള്ള കാൽക്കുലേഷൻ അങ്ങനെ ഫോളോ ചെയ്യാം. മനസ്സിലായി. ഇതിലിപ്പോ 2, 3 ആണ് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഓപ്ഷൻ. മറ്റുള്ളത് സാധാരണ കെയർ ചെയ്യാറില്ല. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏത് പ്രൊജക്റ്റ് ആണ്, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊജക്ടിന്റെ പേര് പറഞ്ഞിട്ട് ആ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കി. നിങ്ങളെ ഇമാജിനേഷനിലുള്ള ഒരു പ്രൊജക്ടിന്റെ പേര് അതിൽ ലിസ്റ്റിലുണ്ടോ? ഫസ്റ്റത്തെ ടേം കറക്ഷണൽ ഫെസിലിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് താഴോട്ട് പോകുമ്പോൾ ഡിഫറെന്റ് വെറൈറ്റി പ്രൊജക്ട്സ് ഉണ്ടാവും. ജനറൽ, ഹോട്ടൽസ്, മിസലേനിയസ്, പബ്ലിക്, ഓഫീസ് ഉണ്ടല്ലേ, റീറ്റെയില്, സ്പോർട്സ്. മനസ്സിലായോ? അപ്പൊ അതില് നമുക്ക് ഓൾറെഡി ഒരു ഓഡിറ്റോറിയം ആണെങ്കിൽ പബ്ലിക് അസംബ്ലി ആണ്. ഓഡിറ്റോറിയം വരുന്ന സമയത്ത് പബ്ലിക് അസംബ്ലി, ഓഡിറ്റോറിയം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഡാറ്റ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ CFM per person, CFM per square feet വന്നില്ല. അത് തന്നെയാണോ ആശ്രയ 62.1 ഓൺലൈൻ ചെക്ക് ചെയ്യുമ്പോൾ സാധനം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. മനസ്സിലായോ? കാര്യം എന്താ വെച്ചാൽ ചെറിയ വാല്യൂ ഡിഫറൻസ് ഇവിടെ കൊടുത്താൽ മതി, ലാസ്റ്റിൽ ഹ്യൂജ് ഡിഫറൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതും ഇതും സെയിം ആണെന്ന് ചെക്ക് ചെയ്യാം. ഈ വിൻഡോ ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇന്റേണൽസ് 5 ടോപ്പിക്കാണ്. 3 ഇലക്ട്രിക്കലും 1 ഇൻപുട്ട്. ഇത് ഏതാ ടോപ്പിക്? നമ്മൾ 9 സ്റ്റെപ്പ് മാനുവൽ പറഞ്ഞില്ലേ, അതിൽ 9ാമത്തെ സ്റ്റെപ്പ് അല്ല ഇന്റേണൽ ലോഡ്സ്. അപ്പൊ ഇന്റേണൽ ലോഡ്സിൽ എന്തൊക്കെ വരാം? ഇലക്ട്രിക്കൽ ലോഡ് വരാം, പിന്നെ അടുത്തത് മെക്കാനിക്കൽ ലോഡ് വരാം, പിന്നെ എക്യുപ്മെന്റ് ലോഡ് വരാം. ഓക്കെ. അപ്പൊ അതിൽ ഇലക്ട്രിക്കൽ ലോഡ് നോക്കുക. 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിനെ പറയാൻ പറ്റുമോ എന്താണ് സംഭവം? ഓവർഹെഡ് ലൈറ്റിംഗ്, സാധാരണ ലൈറ്റിംഗ് ഡിസൈനിൽ കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ സെയിം സംഭവം അല്ലെ. പിന്നെ അടുത്തത് ടാസ്ക് ലൈറ്റിംഗ്, പിന്നെ എക്യുപ്മെന്റ്സ് ലൈറ്റിംഗ്. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂലേ?
ലോഡ് ഷെഡ്യൂൾ എടുത്താൽ തന്നെ നിങ്ങൾക്ക് കുറെ സാധനം മനസ്സിലാവും. 1 മണിക്കാണ്